ഓക്കെ, സോ നമ്മൾ റിഫ്രാക്ഷനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. റിഫ്രാക്ഷൻ്റെ കുറച്ച് കേസ് കൺസിഡർ ചെയ്തു. നമ്മളുടെ ഈ ഫിഗറിൽ കാണുന്ന പോലെ നമ്മൾ ഒരു വാട്ടറിൻ്റെ അകത്തൊരു സ്ട്രോ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സ്ട്രോ കണ്ടിന്യൂസ് ആയിട്ട്, അല്ലെങ്കിൽ നമ്മൾ എയറിൽ വെച്ച് കാണുന്നതല്ലേ, പുറത്ത് വെള്ളത്തിലല്ലാതെ പുറത്ത് കാണുന്ന അതേ സൈസിൽ അല്ലെങ്കിൽ അതേ ലെങ്ത്തിൽ കണ്ടിന്യൂസ് ആയിട്ടല്ല കാണുന്നത്. ഈ പടത്തിൽ കാണുന്നത് പോലെ കുറച്ച് പോർഷൻ ബെൻഡായിട്ട് അല്ലെങ്കിൽ ബ്രോക്കൺ ആയിട്ട് ഫീൽ ചെയ്യും. മറ്റേ പോർഷൻ ഡിസ്പ്ലേസ്ഡ് ആയിട്ട്, ബ്രോക്കൺ എന്നോ ഡിസ്പ്ലേസ്ഡ് എന്നോ നിങ്ങൾക്കിത് കാണുമ്പോൾ എന്താ തോന്നുന്നത് വെച്ചാൽ ആ ഒരു ഡിഫറൻസ് ഉണ്ട് വാട്ടറിലും എയറിലും വെച്ചിട്ട് നമ്മൾ ഒരേ ഒബ്ജക്റ്റ് തന്നെ കാണുമ്പം. അപ്പോൾ ആ ഒരു ഫിനോമിനത്തിന് കഴിഞ്ഞ ദിവസം പറഞ്ഞു റെയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലേക്ക് പോകുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് അത്ര അങ്ങോട്ട് അതിൻ്റെ ഐഡിയ കിട്ടിയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഇത്രേ ഉള്ളൂ. രണ്ട് ട്രാൻസ്പെറൻറ്റ് മീഡിയമാണ് എയറും വാട്ടറും, ശരിയല്ലേ? എയറും ട്രാൻസ്പെറൻറ്റാണ്. ട്രാൻസ്പെറൻ്റ് എന്ന് പറഞ്ഞാൽ വിച്ച് പെർമിറ്റ്സ് ദ ലൈറ്റ് ടു പാസ് ത്രൂ ഇറ്റ്, കറക്റ്റ്? ഓക്കെ, അപ്പോൾ എയറിൻ്റെ അകത്തൂടെയും ലൈറ്റ് പാസ് ചെയ്യും, അതേപോലെ തന്നെ വാട്ടറിൻ്റെ അകത്തൂടെയും ലൈറ്റ് പാസ് ചെയ്യും. പക്ഷേ ഈ എയറിൽ പാസ് ചെയ്യുന്ന അതേ ഡയറക്ഷനിൽ തന്നെയാണോ വാട്ടറിൽ നമ്മുടെ ലൈറ്റ് പാസ് ചെയ്യുന്നത്? അല്ല എന്നുള്ളതാണ് ഇത് ഈ ഒബ്സർവേഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒന്ന്, എയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗേഷ്യസ് ഫേസിലും അതേപോലെ തന്നെ വാട്ടർ എന്ന് പറഞ്ഞാൽ ലിക്വിഡ് ഫേസിലും ഇരിക്കുന്ന രണ്ട് ഡിഫറെൻറ്റ് ഐറ്റമാണ്, അല്ലേ? അല്ലെങ്കിൽ രണ്ട് ഡിഫറെൻറ്റ് മീഡിയമാണ്. അപ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈറ്റ് ട്രാവൽസ് ഇൻ സ്ട്രെയിറ്റ് ലൈൻ, പക്ഷേ when it is traveling from one medium to other, its direction is getting changed. സ്ട്രെയിറ്റ് തന്നെ, പക്ഷേ ഡയറക്ഷൻ മാറുന്നുണ്ട് രണ്ടും ട്രാൻസ്പെറൻറ്റ് മീഡിയത്തിലായിട്ട് പോലും. വേറൊരു എക്സാമ്പിൾ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ചെറുപ്പത്തിലൊക്കെ കളിച്ചിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങളിപ്പോഴും ആ ഒരു പരിപാടി ചെയ്യാറ് കാണുമായിരിക്കും. ഗ്ലാസ് സ്ലാബ് എടുത്തിട്ട് നമ്മൾ നമ്മുടെ ലെറ്റേഴ്സിൻ്റെ മുകളിൽ വയ്ക്കുവാണ്, നമ്മുടെ പുസ്തകത്തിൻ്റെ മുകളിൽ വയ്ക്കുവാണെങ്കിൽ അതിൻ്റെ അകത്തൂടെ നമ്മൾ വലുതായിട്ടായിരിക്കും കാണുന്നത്, അല്ലേ? ആ ലെറ്റേഴ്സ് വലുതായിട്ടായിരിക്കും കാണുന്നത്. ഗ്ലാസ് സ്ലാബ്, ഓക്കെ, നിങ്ങൾ സ്കെയിൽ, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സ്കെയിൽ എടുത്ത് വെച്ച് നോക്കിയാലും നിങ്ങൾക്കറിയാം അതിൻ്റെ ആ സൈസ് ഡിഫറെൻ്റ് ആയിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുള്ളത്, അല്ലേ? അതേപോലെ ഒരു ഗ്ലാസിൻ്റെ അകത്ത് ഒരു ലെമൺ കിടക്കുവാണെങ്കിൽ, ഒരു ഗ്ലാസിൻ്റെ അകത്ത് നാരങ്ങ കിടക്കുവാണെങ്കിൽ നാരങ്ങയുടെ ശരിയായ സൈസ് അല്ലെന്നുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ കാണുന്ന അതേ സൈസ് അല്ല ഈ നാരങ്ങ ഈ ഗ്ലാസിൻ്റെ അകത്ത് കിടക്കുമ്പോഴത്തേക്കും നമ്മൾ കാണുന്നത്, അല്ലേ? അത് ഇച്ചിരിയുടെ വലുതായിട്ടാണ് കാണുന്നത്, ശരിയല്ലേ? അപ്പോൾ ലൈറ്റ് ഈ ഒരു മീഡിയം മാറുമ്പോഴത്തേക്കും, ഓക്കെ, മീഡിയം മാറുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുന്നത്? ലൈറ്റിൻ്റെ ഡയറക്ഷൻ മാറുന്നുണ്ട്. അതാണ് നമ്മൾ ഈ ഒബ്സർവേഷനിൽ നിന്നെല്ലാം മനസ്സിലാക്കുന്ന ഒരു കാര്യം. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ഫിനോമിനത്തിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? റിഫ്രാക്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇച്ചിരി മുമ്പ് പറഞ്ഞ, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ ഇതിൽ പറഞ്ഞ റെയറർ മീഡിയവും ഡെൻസർ മീഡിയവും എന്താണെന്ന് വെച്ചാൽ ഒബ്വിയസ്ലി ചിന്തിച്ചാൽ തന്നെ അറിയാം, എയർ എന്ന് പറയുന്നത് റെയറർ മീഡിയമാണ്, അതേപോലെ തന്നെ വാട്ടർ എന്ന് പറയുന്നത് ഡെൻസർ മീഡിയമാണ്, അല്ലേ? അപ്പോൾ ഈ രണ്ട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മീഡിയത്തിൽ നിന്ന്, അല്ലെ രണ്ട് ഡിഫറെൻറ്റ് മീഡിയത്തിൽ നിന്ന് ഒരു മീഡിയത്തിൽ നിന്ന് വേറൊരു മീഡിയത്തിലേക്ക് പോകുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ലൈറ്റിൻ്റെ വെലോസിറ്റി ആക്ച്വലി വേരി ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഈ റിഫ്രാക്ഷൻ സംഭവിക്കുന്നത്. ഓക്കെ, നമുക്ക് അതിൻ്റെ കുറച്ച് കേസുകൾ ഞാനിപ്പം പ്രാക്ടിക്കലായിട്ട് നിങ്ങൾ എല്ലാ ദിവസവും അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡെയിലി ലൈഫിൽ കാണാറുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. ഇതൊക്കെയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. വെള്ളത്തിൻ്റെ അകത്ത് സ്ട്രോ കിടക്കുന്നത്, അതേപോലെ തന്നെ നാരങ്ങ വെള്ളത്തിൻ്റെ അകത്ത് ഒരു ഗ്ലാസിൻ്റെ അകത്താണെന്നുണ്ടെങ്കിൽ അത് മുഴുത്ത സൈസിൽ കാണുന്നത്. അതേപോലെ ആദ്യം പറഞ്ഞ കാര്യം തന്നെ, ഈ കഴിഞ്ഞ ഇതിൽ പറഞ്ഞ കാര്യം തന്നെ, എന്താ, നമ്മുടെ ടാങ്കിലെ വെള്ളം അതിൻ്റെ ആഴം നമുക്ക് ആക്ച്വലി ഉള്ളതിനേക്കാളും കുറവായിട്ടാണ് തോന്നുന്നത്. കാരണം ലൈറ്റ് എങ്ങനെയാണ് ട്രാവൽ ചെയ്യുന്നത്? എയറിൽ നിന്നും വാട്ടറിലേക്കാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും? ബെൻഡിങ് ഓർ ചേഞ്ച് ഇൻ ഡയറക്ഷൻ ഓഫ് ദ ലൈറ്റ് സംഭവിക്കും. ലൈറ്റിൻ്റെ സ്പീഡ് എയറിലുള്ള സ്പീഡല്ല ലൈറ്റിൻ്റെ
എന്താ പറയുക ലിക്വിഡിലുള്ള അല്ലെ വാട്ടറിലുള്ള സ്പീഡ്. ഇനി അതേസമയം നമ്മുടെ ടാങ്കിൻ്റെ അകത്ത് വാട്ടർ അല്ല, വേറെ എന്തെങ്കിലും ടാങ്ക് ആണെങ്കിൽ, ഇപ്പോൾ സപ്പോസ് പെട്രോൾ ടാങ്ക് അല്ലെന്നുണ്ടെങ്കിൽ കെറോസിൻ അല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ലിക്വിഡ് ആണെന്നുണ്ടെങ്കിൽ എഗെയിൻ ആ വാട്ടർ ലെവൽ റേസ് ചെയ്തേക്കുന്ന അല്ലെങ്കിൽ ആ പെട്രോൾ ലെവൽ റേസ് ചെയ്തേക്കുന്ന അല്ലെങ്കിൽ എന്താണോ അതിൻ്റെ അകത്തുള്ള ആ ലിക്വിഡ് ലെവൽ റേസ് ചെയ്തേക്കുന്നത് വേറൊരു ഡെപ്തിലാണ് എന്നുള്ളത്, വേറൊരു ഹൈറ്റിലാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ക്ലിയർ ആയില്ലേ? അപ്പോൾ അങ്ങനെ ആ വേരിയേഷൻ വരുന്ന ആ ഒരു ഫിനോമിനത്തിന് നമ്മൾ റിഫ്രാക്ഷൻ എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ലൈറ്റിൻ്റെ ഡയറക്ഷൻ അപ്പോൾ മാറുവാണ്. ഞാൻ മുമ്പേ നിങ്ങൾക്കൊരു ഫിഗർ വരച്ച് കാണിച്ചു തന്നായിരുന്നു. അപ്പോൾ ഒരു മീഡിയത്തിൽ നിന്ന് ഒരു മീഡിയം, സപ്പോസ് നമ്മുടെ എയർ തന്നെ, എയർ വേറൊരു മീഡിയം, സപ്പോസ് വാട്ടർ കുറച്ചും കൂടി ഡെൻസർ മീഡിയം. മാസ് ഡെൻസിറ്റിയുടെ കാര്യമല്ല കേട്ടോ പറയുന്നത്, ഈ കേസിൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയുടെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, എന്തായാലും വേണ്ടില്ല, എയറിൽ നിന്നും വേറൊരു റെയറർ മീഡിയത്തിലേക്ക്, ഒരു റെയറർ മീഡിയത്തിൽ നിന്നും വേറൊരു ഡെൻസർ മീഡിയത്തിലേക്ക് വരുമ്പോൾ അത് ഒബ്ലീക്ലി ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ, ഒബ്ലീക്ലി എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ആംഗിളിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഈ പാത്തിൽ നിന്നും കുറച്ച് ഡീവിയേറ്റ് ചെയ്യും. അല്ലെന്നുണ്ടെങ്കിൽ ഈ ഡയറക്ഷൻ എന്ത് സംഭവിക്കുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈറ്റിൻ്റെ ഡയറക്ഷൻ കുറച്ച് നോർമലിനോട് അടുത്തേക്ക് വരും. അല്ലെങ്കിൽ ദ റിഫ്ലക്റ്റഡ് റേ ഓർ ദ റിഫ്രാക്റ്റഡ് റേ ഈസ് ബെൻഡിങ് ടുവേർഡ്സ് ദ നോർമൽ. ഇതാണ് നമ്മൾ വരച്ചേക്കുന്ന നോർമൽ. നിങ്ങൾക്കറിയാം നോർമൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈൻ ഡ്രോൺ പെർപെൻഡിക്കുലർ ടു ദാറ്റ് പർട്ടിക്കുലർ സർഫസ്. ഓക്കെ, ഇതാണ് നമ്മുടെ റെയർ മീഡിയത്തിൻ്റെയും ഡെൻസർ മീഡിയത്തിൻ്റെയും ഇൻ്റർഫേസിങ്ങിൽ ഒരു റേ ഓഫ് ഇൻസിഡൻറ്റ് ലൈറ്റ് ഇവിടെ ഈ ഇൻ്റർഫേസിൽ ആ റെയർ മീഡിയവും ഡെൻസർ മീഡിയം മീറ്റ് ചെയ്യുന്ന ആ പർട്ടിക്കുലർ പോയിന്റിൽ എന്താ സംഭവിക്കുന്നത്? ഇറ്റ് ഈസ് ബെൻഡ് ടുവേർഡ്സ് ദ നോർമൽ. നോക്കിക്കേ, ഈ നേരെ പോകുമായിരുന്നുണ്ടെങ്കിൽ സ്ട്രെയിറ്റ് ലൈനായിട്ട് പോകുമായിരുന്നുണ്ടെങ്കിൽ ഈ ഡയറക്ഷനിൽ പോയേനെ, പക്ഷേ എന്താ സംഭവിച്ചത്? ഇറ്റ് ബെൻഡ് ടുവേർഡ്സ് ദ നോർമൽ. ഓക്കെ, അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ റെയറിൽ നിന്ന് ഡെൻസറിലേക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ ഡയറക്ഷൻ മാറിയതിൻ്റെ, അല്ലെങ്കിൽ ഇറ്റ് ബെൻഡ്സ് ടുവേർഡ്സ് ദ നോർമൽ. വൈ? ബിക്കോസ് ദ വെലോസിറ്റി ഹാസ് ചേഞ്ച്ഡ്. ഓക്കെ, ഇനി ഇത് ഈ ഒരു ഇൻ്റർഫേസ് എന്ന് പറയുമ്പോൾ ഡെൻസറിൽ നിന്ന് റെയറിലേക്കാണ് അല്ലേ? ഡെൻസറിൽ നിന്ന് റെയറിലേക്കല്ലേ വരുന്നത്. അപ്പോൾ ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ ഡെൻസറിൽ നിന്ന് റെയറിലേക്ക് ആകുമ്പോഴത്തേക്കും നമ്മൾ നോർമൽ വരയ്ക്കുകയാണ്. ഇതാണ് നമ്മുടെ അടുത്ത നോർമൽ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ഡെൻസറിൽ നിന്ന് റെയറിലേക്ക്, വാട്ടറിൽ നിന്ന് എയറിലേക്ക്, ഡെൻസറിൽ നിന്ന് റെയറിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ അത് the ray of light is deflected away from the normal. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്നു പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ the ray of light gets reflected away from the normal. മനസ്സിലായോ? അപ്പോൾ വേറൊരു കളറിൽ വരച്ച് കാണിക്കാം. നമ്മുടെ എമർജൻറ്റ് റേ, ഈ റേക്കാണ് എമർജൻറ്റ് റേ എന്ന് പറയുന്നത്. എമർജൻറ്റ് റേക്ക് എന്ത് സംഭവിക്കും? ഇറ്റ് വിൽ ബി റിഫ്രാക്റ്റഡ് എവേ ഫ്രം ദ നോർമൽ. ഡെൻസറിൽ നിന്ന് റെയറിലേക്ക് പോകുമ്പോഴത്തേക്കും, കൂടുതൽ ഡെൻസർ ആയിട്ടുള്ളതിൽ നിന്ന് റെയറിലേക്ക് പോകുമ്പോൾ എവേ ഫ്രം ദ നോർമൽ. അതേസമയം ഇഫ് ഇറ്റ് ഈസ് മൂവിങ് ഫ്രം എ റെയറർ മീഡിയം ടു എ ഡെൻസർ മീഡിയം ആണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ടുവേർഡ്സ് നോർമൽ. റെയറർ മീഡിയത്തിൽ നിന്നും ഡെൻസർ മീഡിയത്തിലേക്കാണെന്നുണ്ടെങ്കിൽ ടുവേർഡ്സ് ദ നോർമൽ ആയിരിക്കും ഡിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയുടെ ഡിഫറൻസ് അനുസരിച്ചിട്ടായിരിക്കും ഇത് എന്താ പറയുക ബെൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഡയറക്ഷൻ മാറ്റുന്നത്. ക്ലിയർ അല്ലേ? ഒന്നുകൂടെ പറയാം. റെയറിൽ നിന്ന് ടു ഡെൻസർ ആണെങ്കിൽ ബെൻസ് ടുവേർഡ്സ് ദ നോർമൽ, ഡെൻസർ ടു റെയറർ ആണെന്നുണ്ടെങ്കിൽ ബെൻസ് എവേ ഫ്രം ദ നോർമൽ. ഇനി ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എമർജൻറ്റ് റേ, ഇതാണല്ലോ നമ്മുടെ എമർജൻറ്റ് റേ, ഇതാണ് നമ്മുടെ എമർജൻറ്റ് റേ എന്ന് നമുക്ക് എഴുതാം. നമ്മുടെ എമർജൻറ്റ് റേ, ഓക്കെ, ഇതാണ് നമ്മുടെ എമർജൻറ്റ് റേ. ഈ എമർജൻറ്റ് റേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കിക്കേ, നമ്മുടെ ഇൻസിഡൻറ്റ് റേ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് പാരലായിട്ടാണ് വരുന്നത് അല്ലേ? നോക്കിക്കേ, ഈ ഇൻസിഡൻറ്റ് റേയുടെ ഡയറക്ഷനും നമ്മുടെ എമർജൻറ്റ് റേയുടെ ഡയറക്ഷനും നമുക്ക് പാരലായിട്ടാണ് കിട്ടുന്നത്. കറക്റ്റ് അല്ലേ? അതെ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ സെയിം ആദ്യമേ റെയറിൽ നിന്ന് ഡെൻസറിലേക്ക് വന്നതുകൊണ്ട് അത് ഇറ്റ് ബെൻഡ് ടുവേർഡ്സ് ദ നോർമൽ. പിന്നെ ഡെൻസറിൽ നിന്നും റെയറിലേക്ക് പോയപ്പോഴത്തേക്കും ഇറ്റ് ഈസ് ബെൻഡ് എവേ ഫ്രം ദ നോർമൽ. അപ്പോൾ ആ ഡെൻസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ പറയുന്ന വെലോസിറ്റി വേരി ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എമർജൻറ്റ് റേയും നമ്മുടെ
എന്താ പറയുക, ഇനീഷ്യൽ ഇൻസിഡൻറ്റ് റേയുടെ ആ ഡയറക്ഷനും പാരലൽ ആയിട്ടായിരിക്കും വരിക. ഓക്കെ, ക്ലിയർ അല്ലേ? ഫൈൻ. അപ്പോൾ നമുക്ക് റിഫ്രാക്ഷൻ്റെ ഡെഫിനിഷൻ നോക്കാം. വെൻ ലൈറ്റ് ട്രാവൽസ് ഒബ്ലീക്ലി, എടുത്തു പറയുന്നുണ്ട് ഒബ്ലീക്ലി ഫ്രം വൺ ട്രാൻസ്പെറൻറ്റ് മീഡിയം ടു അനദർ ഇറ്റ് ഗെറ്റ്സ് ബെൻഡ്. ഇപ്പം നമ്മുടെ കേസിൽ എയറും ട്രാൻസ്പെറൻ്റ് ആയിരുന്നു, അതേപോലെ തന്നെ നമ്മുടെ ലിക്വിഡും ട്രാൻസ്പെറൻ്റ് ആയിരുന്നു, വാട്ടറും ട്രാൻസ്പെറൻ്റ് ആയിരുന്നു. കറക്റ്റ്. സോ ദിസ് ബെൻഡിങ് ഓഫ് ലൈറ്റ് ഈസ് കോൾഡ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. ദിസ് ബെൻഡിങ് ഓഫ് ലൈറ്റ് ഈസ് കോൾഡ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. അപ്പം റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് ഈസ് ദ ഫിനോമിന ഇൻ വിച്ച് ദ light bends when it is moving from one transparent medium to another transparent medium. When light travels from a rarer medium to a denser medium, it bends towards the normal. ഒരു rarer മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലേക്ക് പോകുമ്പോഴത്തേക്കും അത് നോർമലിൻ്റെ അടുത്തേക്കാണ് ബെൻഡ് ചെയ്യുന്നത്. അതേസമയം when light travels from a denser medium to a rarer medium, it bends away from the normal. നിങ്ങൾ ഈ രണ്ട് ഫിഗറും കാണുന്നുണ്ട്. ഈ കേസിൽ ഫസ്റ്റ് കേസിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നോർമൽ ഇതാണ് റെയറർ മീഡിയം, ഇതാണ് ഡെൻസർ മീഡിയം. എക്സാമ്പിൾ ഒന്നും പറഞ്ഞിട്ടില്ല, ഇപ്പം നിങ്ങൾക്കത് മനസ്സിലായി കാണും റെയറും ഡെൻസറും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന്. റെയറർ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് റെയറർ യു ക്യാൻ കൺസിഡർ ദാറ്റ് ആസ് എയർ ആൻഡ് ഡെൻസർ യു ക്യാൻ കൺസിഡർ ദാറ്റ് ആസ് വാട്ടർ. സി, ഇറ്റ്സ് നോട്ട് ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾ ദാറ്റ് ഓൾവേസ് ഇറ്റ് ഹാസ് ടു ബി എയർ ആൻഡ് വാട്ടർ. അങ്ങനെ നിർബന്ധമൊന്നുമില്ല. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അങ്ങനെ എന്താ പറയുക ഇമാജിൻ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു കേസിലാണെന്നുണ്ടെങ്കിൽ റെയറിൽ നിന്ന് ഡെൻസർ ആണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഇൻസിഡൻറ്റ് റേ ഇറ്റ് ഈസ് ഗെറ്റിംഗ്, നോക്കിക്കേ, ഒരു വ്യത്യാസമില്ല, സെയിം മീഡിയം തന്നെയാണ് നേരെ പോയത് അല്ലേ. പക്ഷേ റെയറിൽ നിന്ന് ഡെൻസർ ആയതുകൊണ്ട് ഇറ്റ് ബെൻഡ് ടുവേർഡ്സ് ദ നോർമൽ. എന്നാൽ നെക്സ്റ്റ് കേസിൽ ഒരു ഒബ്ലിക് റേ വരുന്നു, പക്ഷേ ഡെൻസറിൽ നിന്ന് റെയറിലേക്കാണ് പോകുന്നത്. സോ വാട്ട് ഹാപ്പൻ, എന്താ പറയുക, നമ്മുടെ റിഫ്രാക്ഷൻ ഇല്ലായിരുന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ നേരെ പോയതിന്, പക്ഷേ എന്ത് സംഭവിച്ചു, ഇറ്റ് ബെൻഡ് എവേ ഫ്രം ദ നോർമൽ. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നമ്മൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തേക്കുന്ന കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്. സോ ടെക്സ്റ്റ് ബുക്കിൽ NCERT ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 172 എന്നെടുത്ത്, പേജ് നമ്പർ 172 എന്നെടുത്ത് ആക്ടിവിറ്റി 10.7 ഈ റിഫ്രാക്ഷനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ആണ്. 10.7, 10.8, 10.9 ഒക്കെ. അപ്പം നമുക്ക് അതെന്താണെന്നൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ റിഫ്രാക്ഷൻ്റെ ഇൻഫാക്ട് പറയുകയാണെങ്കിൽ എക്സാമ്പിൾസ്, റിയൽ ലൈഫ് എക്സാമ്പിൾസ് എന്ന് വേണമെങ്കിലും പറയാൻ പറ്റും. ഓക്കെ, ഈ ആക്ടിവിറ്റീസിന് ആദ്യത്തെ ആക്ടിവിറ്റി ഓക്കെ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ ചെയ്ത് നോക്കുക. ഒരു പക്ഷേ നിങ്ങളിത് ഓൾറെഡി റിഫ്രാക്ഷൻ ആണ് ഈ ഫിനോമിനൻ എന്നറിയാതെ തന്നെ ഇതൊക്കെ ഒബ്സർവ് ചെയ്തിട്ടുള്ള കാര്യമായിരിക്കും. എന്തായാലും ഫസ്റ്റ് വൺ ഏതാണെന്ന് നോക്കാം. പ്ലേസ് എ കോയിൻ അറ്റ് ദ ബോട്ടം ഓഫ് എ ബക്കറ്റ് ഫിൽഡ് വിത്ത് വാട്ടർ. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബക്കറ്റിൻ്റെ അകത്ത് വെള്ളം നിറയ്ക്കുക, എന്നിട്ട് അത് ഒരു കോയിൻ എടുത്ത് ആ വെള്ളത്തിൻ്റെ അകത്ത് ഇടുക. ഓക്കെ, അപ്പോൾ ഏറ്റവും ഒബ്വിയസ്ലി കോയിനാണ്, അത് സിങ്ക് ആവും, വെള്ളത്തിൻ്റെ അടിയിൽ അത് സിങ്ക് ആവും. എന്നിട്ട് നിങ്ങളുടെ ഇപ്പം സപ്പോസ് ബക്കറ്റ് ഇതാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഈ ബക്കറ്റിൻ്റെ അറ്റത്ത് നിങ്ങളുടെ കണ്ണ് വെച്ചിട്ട് നിങ്ങൾ ആ കോയിനൊന്ന് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, എന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ട് നിങ്ങൾ ഇവിടെ കണ്ണ് വെച്ചിട്ട് വേണം നിങ്ങൾ ആ കോയിനെ നോക്കാൻ വേണ്ടിയിട്ട്, ശരിയല്ലേ? ഓക്കെ, എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ആ ബക്കറ്റിൻ്റെ അകത്തു നിന്ന്, ഇപ്പോൾ സപ്പോസ് ഇതാണ് ബക്കറ്റ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ അറ്റത്തു നിന്നാണല്ലോ ഈ കോയിനെ കാണുന്നത് അല്ലേ. എന്നിട്ട് ആ കാണുന്ന അവിടുന്ന് ആ കോയിനെ പിക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ഈ പറഞ്ഞ രീതിയിലാണ് ആക്ടിവിറ്റി ചെയ്തതെന്നുണ്ടെങ്കിൽ ഈ കോയിൻ നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ കോയിൻ്റെ ഡെപ്ത് അല്ലെങ്കിൽ നിങ്ങൾ കാണുന്നതെന്ന് വെച്ചാൽ കുറച്ച് റേസ്ഡ് ഹൈറ്റിലാണ് നിങ്ങൾ കാണുന്നത്, പക്ഷേ കോയിൻ കുറച്ചും കൂടെ താഴെ ആയിരിക്കും ആക്ച്വലി ഇരിക്കുന്നത്. അതായത് ബക്കറ്റിൻ്റെ ഏറ്റവും സർഫസിലായിരിക്കും ഈ കോയിൻ ഇരിക്കുന്നത്. അപ്പം നിങ്ങൾക്കത് കാണാൻ പറ്റില്ല. അതിൻ്റെ ഒരു അത് എന്തുകൊണ്ടാണ്, ഈ റിഫ്രാക്ഷൻ കാരണമാണ് നിങ്ങൾ അതിൻ്റെ റേസ്ഡ് ഇമേജ് കാണുന്നത്. മനസ്സിലായോ? കാരണം ഡെൻസർ മീഡിയമായ വാട്ടറിൽ നിന്നും റെയർ മീഡിയമായ എയറിലേക്ക് നിങ്ങളുടെ കണ്ണിലേക്ക് എത്തുമ്പോഴത്തേക്കും ആ ലൈറ്റ് ബെൻഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്കത് കാണാൻ മീൻസ് നിങ്ങൾ കാണുന്നത്, പക്ഷെ കാണുന്നത് അറ്റ് ഡിഫറെൻറ്റ് ഹൈറ്റിലാണ് കാണുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ,
ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഒരു സിമിലർ എക്സ്പെരിമെൻ്റ് ആണ്. ഒരു ബോൾ എടുക്കുക, നല്ല വലിയ ആഴമൊന്നുമില്ലാതെ ഷാലോ ആയിട്ടുള്ള ഒരു ബൗൾ എടുക്കുക. ബൗൾ എടുത്തിട്ട് ഇതേ പരിപാടി തന്നെ ചെയ്യുക. എന്താ ചെയ്യേണ്ടത്? ഒരു കോയിൻ എടുത്തിട്ട്, ഓക്കെ, കോയിൻ എടുത്തിട്ടിട്ട് പതുക്കെ പുറകിലേക്ക് നടക്കുക. ഓക്കെ, പതുക്കെ പുറകിലേക്ക് നടക്കുക. എത്ര വരെയാണ് പുറകിലേക്ക് നടക്കേണ്ടതെന്ന് വെച്ചാൽ ആ കോയിൻ നിങ്ങൾക്ക് കൃത്യം ജസ്റ്റ് കാണാൻ പറ്റുന്ന രീതിയിൽ, മീൻസ് ജസ്റ്റ് നിങ്ങൾക്ക് കാണാം എന്നുള്ള അത്രയും ദൂരത്തേക്ക് നിങ്ങൾ നടക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു സ്റ്റെപ്പ് കൂടെ പുറകിലേക്ക് എടുക്കുക. അപ്പോൾ കൃത്യം നമ്മുടെ കണ്ണിൻ്റെ അകത്തുനിന്ന് അത് മാഞ്ഞിട്ട് കാണും. ഓക്കെ, എന്നിട്ട് അപ്പോൾ ഇപ്പോൾ ഈ ഒരു പൊസിഷനിൽ, അതായത് നിങ്ങൾ പുറകിലേക്ക് നടന്നു, നിങ്ങൾക്കിപ്പോൾ കൃത്യം ഈ ഒരു പൊസിഷനിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കോയിൻ കാണാൻ പറ്റുന്നില്ല. ഓക്കെ, എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ വീട്ടിൽ ആരോടെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ ആരോടെങ്കിലും പറയാം, അതിൻ്റെ അകത്ത് കുറച്ചും കൂടി വെള്ളം ഒഴിക്കാൻ പറയാം. അങ്ങനെ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആ കോയിൻ കാണാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് ആ കോയിൻ കാണാൻ പറ്റും. കാരണം വെള്ളം പിന്നെയും കൂടുതൽ ഒഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പറയുന്ന റിഫ്രാക്ഷൻ കാരണം നമുക്ക് ആ കോയിൻ കാണാൻ പറ്റും. അതാണ് സെക്കൻഡ് ആക്ടിവിറ്റി. ഓക്കെ, ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി നമ്പർ 10.9 എന്ന് പറയുന്നത് ഒരു തിക്ക് ലൈൻ വരയ്ക്കുക. ഒരു വൈറ്റ് ഷീറ്റ് ഓഫ് പേപ്പറിൽ ഒരു തിക്ക് ലൈൻ വരയ്ക്കുക. എന്നിട്ട് ഗ്ലാസ് സ്ലാബ് എടുത്ത് അതിൻ്റെ മുകളിൽ വെച്ച് പല സൈഡിലും ഒക്കെ വെച്ച് നോക്കുക. നിങ്ങൾക്ക് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞായിരുന്നു ഈ ഒരു ആക്ടിവിറ്റി. ഓക്കെ, അതേ റീസൺ കൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് അതിൻ്റെ സൈസ് വലുതായിട്ട് കാണാൻ പറ്റുന്നത്. ഈ ഗ്ലാസ് സ്ലാബിൻ്റെ അകത്തോടെ ഈ ലെറ്റേഴ്സ് കാണുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഈ പറയുന്ന ലൈൻ കാണുമ്പോഴത്തേക്കും അത് എൻലാർജ്ഡ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. പല സൈഡിൽ നിന്ന് നോക്കുക എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ആക്ടിവിറ്റിയും കൂടെ നിങ്ങൾ എന്താ പറയുക ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. നമുക്കിനി റെക്റ്റാങ്കുലർ ഗ്ലാസ് സ്ലാബിൻ്റെ ഒരു ആക്ടിവിറ്റി അല്ലെന്നുണ്ടെങ്കിൽ ഈ റിഫ്രാക്ഷനെ പറ്റി ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഗ്ലാസ് സ്ലാബ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഗ്ലാസ് സ്ലാബ് എടുത്ത് നിങ്ങൾക്ക് ഈ എക്സ്പെരിമെൻറ്റിന് വേണ്ട 2 കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് സ്ലാബ് വേണം, ഓക്കെ, 2 പിൻ വേണം, പിന്നെ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു പെൻസിലും ഒരു റബ്ബറും അതേപോലെ ഒരു സ്കെയിലും കൂടെ നിങ്ങളുടെ കയ്യിൽ കരുതാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഈ റിഫ്രാക്ഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു എക്സ്പെരിമെൻറ്റ് അതെന്താണ് പറഞ്ഞേക്കുന്നത് എന്നുള്ളത് നോക്കാം. ഓക്കെ, ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഒരു വൈറ്റ് ഷീറ്റ് ഓഫ് പേപ്പർ നമ്മളെടുത്ത് വെച്ചു. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ ഒരു ഗ്ലാസ് സ്ലാബ് എടുത്ത് വെച്ചു. ഓക്കെ, നിങ്ങളുടെ പുസ്തകത്തിൻ്റെ അകത്തുള്ള ഫിഗർ നോക്കിയാലും മതി. ഞാനിപ്പോൾ ആ ഒരു ഫിഗർ ഇവിടെ എന്താ പറയുക വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. ഓക്കെ, എനിവേയ്സ്, അപ്പോൾ ഒരു വൈറ്റ് ഷീറ്റ് ഓഫ് പേപ്പറിൻ്റെ മുകളിലേക്ക് നമ്മളൊരു ഗ്ലാസ് സ്ലാബ് എടുത്ത് വെച്ചു. ഓക്കെ, തുടക്കത്തിൽ ഇത് ഫൈനലായിട്ടുള്ള ഡയഗ്രമാണ് വരച്ചേക്കുന്നത്. തുടക്കത്തിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ 2 പിന്ന്, ഓക്കെ, 2 പിന്ന് ഈ പൊസിഷനിലും അതേപോലെ തന്നെ F പൊസിഷനിലും വെർട്ടിക്കലായിട്ട് ആ പേപ്പറിൽ ഫിക്സ് ചെയ്തു. ഓക്കെ, എന്താ ചെയ്ത് നമ്മളൊരു വൈറ്റ് പേപ്പർ എടുത്ത് വെച്ചു, അതിൻ്റെ മുകളിൽ ഒരു ഗ്ലാസ് സ്ലാബ് എടുത്ത് വെച്ചു. ഓക്കെ, അതിൻ്റെ ഒരു സൈഡിൽ ഒരു ഒബ്ലീക്ക് ലൈൻ വരുന്ന രീതിയിൽ 2 പിൻ ഇവിടെ ഫിക്സ് ചെയ്തു. 2 പിൻ ഫിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ 2 പിന്നിൻ്റെയും പൊസിഷൻ തമ്മിൽ ഉള്ള ആ ഒരു ലൈന് ജോയിൻ ചെയ്യിപ്പിച്ചു. EUF തമ്മിലുള്ള ലൈൻ ജോയിൻ ചെയ്യിപ്പിച്ചു. എന്നിട്ട് എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗ്ലാസ് സ്ലാബിൻ്റെ അകത്തൂടെ EFൻ്റെ ഇമേജസ് എവിടെയാണെന്ന് നോക്കി. ഓക്കെ, ഈ ഗ്ലാസ് സ്ലാബിൻ്റെ അകത്തൂടെ ഇയിലും എഫിലും എന്താ പറയുക ഫിക്സ് ചെയ്തേക്കുന്ന പിന്നിൻ്റെ ഇമേജ് നോക്കി. അപ്പോൾ അതിൻ്റെ ഇമേജ് നമുക്ക് ജിയിലും എച്ചിലും കിട്ടി. ഓക്കെ, അപ്പോൾ ആ എവിടെയാണോ നമുക്ക് അതിൻ്റെ ഇമേജ് കിട്ടിയ ആ പൊസിഷൻ നമ്മൾ മാർക്ക് ചെയ്തു. എന്നിട്ട് ആ ലൈനും കൂടെ നമ്മൾ ജോയിൻ ചെയ്യിപ്പിച്ചു. ഇത്ര ഓക്കെ അല്ലേ? എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 2 പോയിന്റും അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്തു. ഈ ഗ്ലാസ് സ്ലാബിൻ്റെ ആ ഇൻ്റർഫേസ് വരെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തു. ഇവിടുത്തെ പോയിന്റിനെ ലെറ്റ്സ് കോൾ ഇറ്റ് ആസ് പോയിന്റ് O. ഓക്കെ, ഇത് നമ്മുടെ എയർ ഗ്ലാസ് ഇൻ്റർഫേസ് ആണ്. അതേപോലെ തന്നെ ഈ GH ഈ ഇമേജസ് ഉണ്ടായ ആ 2 പോയിന്റും നമ്മൾ ഈ ഒരു ഗ്ലാസ് സ്ലാബിൻ്റെ അങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് ജോയിൻ ചെയ്യിപ്പിച്ചു. ഓക്കെ, അപ്പോൾ ആ ഗ്ലാസ് സ്ലാബിൽ ടച്ച് ചെയ്യുന്ന ആ പോയിന്റ് ലെറ്റ്സ് മാർക്ക് ഇറ്റ് ആസ് O'. ഫൈൻ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ഈ പോയിന്റ് Oയിൽ ഒരു പെർപെൻഡിക്കുലർ വരച്ചു. ഓക്കെ, നമ്മൾ എന്ത് ചെയ്തു? പോയിന്റ് Oയിൽ ഒരു പെർപെൻഡിക്കുലർ വരച്ചു. സേ ദ പെർപെൻഡിക്കുലർ NN'. ഇവിടെ വരച്ചേക്കുന്ന ആ പെർപെൻഡിക്കുലർ ആണ് NN'. ഓക്കെ, നമ്മൾ ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പോയിന്റ് Oയും എന്നിട്ട് ഈ ഗ്ലാസ് സ്ലാബ് അങ്ങോട്ട് റിമൂവ് ചെയ്യുക. ഓക്കെ, ഗ്ലാസ് സ്ലാബ് എടുത്തങ്ങ് മാറ്റിയേക്കുക. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ വൈറ്റ് പേപ്പറിലെ പോയിന്റ് Oയും പോയിന്റ് O' നമ്മൾ അങ്ങ് ജോയിൻ ചെയ്യിക്കുക. ഓക്കെ, പോയിന്റ് Oയും പോയിന്റ് O' നമ്മൾ ജോയിൻ ചെയ്യിക്കുക. ഇനി
നമുക്കറിയാവുന്ന കാര്യമാണ് നോർമലും ഇൻസിഡൻറ്റ് റേയും തമ്മിലുള്ള ആംഗിൾ എന്താണ്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അല്ലേ? ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഇനി ഈ ഒരു ലൈൻ നോക്കിക്കേ, ഓ ഡാഷ് എന്ന് പറയുന്ന ലൈൻ നോക്കിക്കേ. ഓ ഡാഷ് എന്ന് പറയുന്ന ലൈൻ ആക്ച്വലി റിഫ്രാക്റ്റഡ് റേ ആണ് അല്ലേ? റിഫ്രാക്റ്റഡ് റേ ആണ്. അത് നോർമലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ നമ്മുടെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ R1. ഓക്കെ, നമ്മൾ റിഫ്ലക്റ്റഡ് റേ എന്ന് പറയാത്തതിൻ്റെ റീസൺ വളരെ സിമ്പിളാണ്. റിഫ്ലക്ഷൻ ആയിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതേ മീഡിയത്തിലേക്ക് തന്നെ തിരിച്ചു പോയേനെ അല്ലയോ? ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും സെയിം ആയിരുന്നേനെ. പക്ഷേ ഇവിടെ റിഫ്ലക്ഷൻ അല്ല സംഭവിച്ചേക്കുന്നത്. രണ്ട് ഡിഫറെൻറ്റ് മീഡിയം ആയതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടായിരിക്കുന്നത് എന്താണ്? റിഫ്രാക്ഷനാണ് സംഭവിച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ അതിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്കിപ്പോൾ ഓൾറെഡി ഞാൻ റിഫ്രാക്ഷൻ എന്താണെന്ന് മനസ്സിലാക്കി തന്ന സ്ഥിതിക്ക് ഈ ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ മനസ്സിലായ കാര്യമാണ്, ഈ ഇൻസിഡൻറ്റ് കഴിഞ്ഞപ്പം എയർ ഗ്ലാസ് ഇൻ്റർഫേസിൽ ഇൻസിഡൻറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഇൻസിഡൻറ്റ് റേ ഇറ്റ് ബെൻഡ് ടുവേർഡ്സ് ദ നോർമലിൻ്റെ അടുത്തേക്ക് അത് ബെൻഡ് ചെയ്തു. ഓക്കെ, ഇനി ഗ്ലാസ് എയർ ഇൻ്റർഫേസ് നോക്കുകയാണ്. നമ്മുടെ പോയിന്റ് O ഡാഷ് വരച്ചേക്കുന്നത് ഗ്ലാസ് എയർ ഇൻ്റർഫേസിലല്ലേ? ഈ പോയിന്റ് O ഡാഷ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇവിടുന്ന് വന്ന് ഇപ്പം ഈ ഒരു ഇൻ്റർഫേസിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഇവിടെ ഇൻസിഡൻറ്റ് റേ ആണ് അല്ലേ? ഈ ഇൻ്റർഫേസിൽ ഇത് ഇൻസിഡൻറ്റ് റേ ആണ്. ഈ ഇൻസിഡൻറ്റ് റേ റിഫ്ലക്ഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ അല്ലെ റിഫ്രാക്ഷൻ കഴിഞ്ഞ് കഴിയുമ്പം എന്താ സംഭവിച്ചിരിക്കുന്നത് നോക്കിക്കേ, ഇറ്റ് ബെൻഡ് എവേ ഫ്രം ദ നോർമൽ അല്ലേ? ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് ഒബ്സർവ് ചെയ്ത കാര്യമാണ്, ഈ പുറത്തേക്ക് ഇറങ്ങി വരുന്ന ഈ ഒരു റേ എന്താ സംഭവിച്ചേക്കുന്നതെന്ന് വെച്ചാൽ ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലേക്ക് ആയി കഴിയുമ്പോഴത്തേക്കും ദ റേ ഈസ് ബെൻഡ് എവേ ഫ്രം ദ നോർമൽ. കറക്റ്റ്. ഇനി നമ്മൾ ഇൻസിഡൻറ്റ് റേ ഇല്ലേ, ഈ EUFും ജോയിൻ ചെയ്തേക്കുന്ന ഈ ലൈനില്ലേ, ഇതിങ്ങനെ അങ്ങ് ചുമ്മാ നേരെ അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ സീ ദാറ്റ് ദർ ഇസ് എ ലൈൻ വിച്ച് ഈസ് ഡ്രോൺ പാരലൽ ടു ദ എമർജൻറ്റ് റേ. ഈ ഇറങ്ങി വന്നേക്കുന്ന ഈ റേക്കാണ് നമ്മൾ എമർജൻറ്റ് റേ എന്ന് പറയുന്നത് അല്ലേ? എമർജ് ചെയ്യുന്ന റേ, എമർജൻറ്റ് റേ. ഈ എമർജൻറ്റ് റേയും നമ്മുടെ ഇനീഷ്യലി ഉള്ള നമ്മുടെ ഇൻസിഡൻറ്റ് റേയുടെ ഡയറക്ഷൻ എന്താണ്? പാരലൽ ആയിട്ടാണ് വരുന്നത്. ക്ലിയർ? ഇത്ര മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് മനസ്സിലാക്കേണ്ട കാര്യം? റെയറർ മീഡിയത്തിൽ നിന്നും ഡെൻസർ മീഡിയത്തിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കുന്നുണ്ട്? ദ ray is bent towards the normal, and at the same time when the light is moving from denser medium to rarer medium, it bends away from the normal. Okay, അപ്പോൾ ഇനീഷ്യൽ ഇൻസിഡൻറ്റ് റേയുടെ ഡയറക്ഷനും നമ്മുടെ ഫൈനലിൻ്റെ ഡയറക്ഷനും സെയിം ആയിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ പാരലൽ ആയിട്ടിരിക്കുന്നതിൻ്റെ റീസൺ ഇത്ര മാത്രമേ ഉള്ളൂ. അത് ഒരേ പെയർ ഓഫ് റെയറർ ഡെൻസർ മീഡിയത്തിലാണ് ഈ പറയുന്ന ഇൻസിഡൻസും അതേപോലെ തന്നെ റിഫ്രാക്ഷനും സംഭവിച്ചേക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ഇനിയൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞപ്പോൾ എടുത്തു പറഞ്ഞായിരുന്നു ഈ റേ ഓഫ് ലൈറ്റ് ഒബ്ലിക്ക് ആംഗിളിൽ വേണം ഇൻസിഡൻറ്റ് ചെയ്യാണെന്ന്. ഇനി അഥവാ ഈ റേ ഓഫ് ലൈറ്റ് പെർപെൻഡിക്കുലർ ടു ദ ഇൻ്റർഫേസ് ആണ് ഇൻസിഡൻറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 90 ഡിഗ്രിയിലാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും അതിൻ്റെ റിഫ്രാക്ഷൻ നടക്കുക എന്ന് ആക്ച്വലി പറയുകയാണെങ്കിൽ, പെർപെൻഡിക്കുലർ ആണെന്നുണ്ടെങ്കിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വല്ലതും ഉണ്ടോ? നമ്മുടെ ഇൻസിഡൻറ്റ് റേയും നമ്മുടെ നോർമലും ഒരേ ലൈനിലാണ് പോകുന്നത്. അപ്പോൾ പിന്നെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഒന്നും ഇല്ലല്ലോ അല്ലേ? അപ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് എന്താ സംഭവിക്കുക? അത് അൺഡീവിയേറ്റഡ് ആയിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 0 ആണ്. അതേപോലെ അപ്പോൾ തന്നെ എന്ത് സംഭവിക്കും? ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് അൺഡീവിയേറ്റഡ് ആയിട്ട് ആ ലൈറ്റ് പാസ് ചെയ്യും. ഇനി ഈ റിഫ്രാക്ഷൻ ഉണ്ടാവുന്നതിൻ്റെ റീസൺ എന്താണെന്നാണ് പറഞ്ഞത്? സ്പീഡ് ഓഫ് ലൈറ്റ് ഡിഫറെൻറ്റ് മീഡിയത്തിൽ ഡിഫറെൻ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ഈ പറയുന്ന റിഫ്രാക്ഷൻ്റെ ഫിനോമിന ഉണ്ടാവുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി ദർ ആർ 2 laws ഓഫ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. അപ്പോൾ ലോസ് ഓഫ് റിഫ്രാക്ഷൻ്റെ ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് നമ്മുടെ ലോസ് ഓഫ് റിഫ്ലക്ഷൻ്റെ സെക്കൻഡ് ലോയ്ക്ക് സെയിം ആണ്. ഓർക്കുന്നുണ്ടോ ലോസ് ഓഫ് റിഫ്ലക്ഷൻ്റെ സെക്കൻഡ് ലോ എന്താണെന്ന്? അത് തന്നെ, ഇൻസിഡൻറ്റ് റേ, റിഫ്ലക്റ്റഡ് റേ ആൻഡ് ദ നോർമൽ ലൈസ് ഇൻ ദ സെയിം പ്ലെയിൻ. അപ്പോൾ സിമിലർ ആണ് നമ്മുടെ ഫസ്റ്റ് ലോ ഓഫ് റിഫ്രാക്ഷൻ. First law of refraction says that the incident ray, the refracted ray and the normal to the interface of two transparent media at the point of incidence all lie in the same plane. ഇവിടെ എന്താണ്? ഇൻസിഡൻറ്റ് റേ, റിഫ്രാക്റ്റഡ് റേ ആൻഡ് ദ നോർമൽ അറ്റ് ദ പോയിന്റ് ഓഫ് ഇൻസിഡൻറ്റ്. ഏത് ഇൻ്റർഫേസിലാണോ അത് ഇൻസിഡൻറ്റ് ചെയ്യുന്നത് ആ പോയിന്റിൽ ഈ 3 റേസും ഒരേ പ്ലെയിനിൽ തന്നെയായിരിക്കും ഇരിക്കുന്നത് എന്നുള്ളതാണ് ഫസ്റ്റ് ലോ ഓഫ് റിഫ്രാക്ഷൻ പറയുന്നത്.
സെക്കൻഡ് ലോ പറയുന്നത് ദ റേഷ്യോ ഓഫ് സൈൻ ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ടു ദി സൈൻ ഓഫ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഈസ് എ കോൺസ്റ്റൻറ്റ് for the light of a given color and for the given pair of media. ഒത്തിരി കാര്യം കേട്ട പോലെ തോന്നിയോ? വലിയ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം മാത്രമേ ഉള്ളൂ. നമ്മുടെ ഈ പ്രീവിയസ് കേസ് തന്നെ കൺസിഡർ ചെയ്യാം. ഇതാണ് നമ്മുടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, കറക്റ്റ് അല്ലേ? ഈ റിഫ്രാക്റ്റഡ് റേ നോർമലായിട്ട് മേക്ക് ചെയ്യുന്നതാണ് നമ്മുടെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. അപ്പോൾ സ്നെൽസ് ലോ എന്താ പറയുന്നതെന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ട് ഇത്രേ ഉള്ളൂ. സൈൻ ഓഫ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് to sine of the angle of refraction. Okay, sine of angle of incidence to sine of angle of refraction for a light of particular color. ഒരു particular കളറിലുള്ള ലൈറ്റിന് ഫോർ എ ഗിവൺ പെയർ ഓഫ് മീഡിയ, ഒരു പർട്ടിക്കുലർ പെയർ ഓഫ് മീഡിയയ്ക്ക് എന്തായിരിക്കും? അതൊരു കോൺസ്റ്റന്റ് ആയിരിക്കും എന്ന്, അത്രയേ ഉള്ളൂ. ഓക്കെ, അതാണ് നമ്മുടെ സ്നെൽസ് ലോ പറയുന്നത്. ഓക്കെ, സൈൻ ഓഫ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ടു സൈൻ ഓഫ് ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഈസ് എ കോൺസ്റ്റന്റ്. ഓക്കെ, പിന്നെ അതിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു പർട്ടിക്കുലർ കളറിലുള്ള ലൈറ്റും അതേപോലെ തന്നെ ഒരു പർട്ടിക്കുലർ പെയർ ഓഫ് മീഡിയ ആയിരിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് മീഡിയ ആകുമ്പോൾ ഒബ്വിയസ്ലി ഡിഫറെൻറ്റ് വാല്യൂ ആയി പോകത്തില്ലേ. അപ്പോൾ സൈൻ ഐ ബൈ സൈൻ ആർ ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്നുള്ളതാണ് നമ്മളുടെ സെക്കൻഡ് ലോ ഓഫ് റിഫ്രാക്ഷൻ പറയുന്നത്. ഓക്കെ, സൈൻ ഐ ബൈ സൈൻ ആർ ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് ആൻഡ് ദിസ് ഈസ് കോൾഡ് ആസ് സ്നെൽസ് ലോ ഓഫ് റിഫ്രാക്ഷൻ. സ്നെൽസ് ലോ ഓഫ് റിഫ്രാക്ഷൻ, സ്നെൽ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് ആണ് ഇത് ഡിഫൈൻ ചെയ്തത്. അതുകൊണ്ടാണ് ഇതിൻ്റെ ഈ ലോയുടെ പേര് സ്നെൽസ് ലോ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഇദ്ദേഹമാണ് വിൽബ്രോഡ് സ്നെൽ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ്. ഇദ്ദേഹമാണ് 1580 to 1626 ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ലൈഫ് സ്പാൻ. ഓക്കെ, എനിവേസ്, അപ്പോൾ നമ്മൾ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റിൻ്റെ രണ്ട് ലോസ് ആണ് കണ്ടത്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ദ ഇൻസിഡന്റ് റേ, റിഫ്രാക്റ്റഡ് റേ ആൻഡ് ദ നോർമൽ ടു ദ ഇന്റർഫേസ് അറ്റ് the two transparent media lies in the same plane, and the second one is, in simple words, sin of I to sin of R is a constant. Okay, which is called as the Snell's law. It's applicable for a light of particular color and for a particular set of media or particular a given pair of media. Okay, കാരണം മീഡിയ മാറുന്നതനുസരിച്ച് ഈ പറയുന്ന കോൺസ്റ്റന്റ് വാല്യൂ ഡിഫറെൻ്റ് ആവും. നെക്സ്റ്റ് വൺ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ സ്റ്റഡീസിൽ, ഈ ചാപ്റ്ററിൽ. ആൻഡ് വെൻ യു ഗോ ടു ഹയർ ക്ലാസ്സസ് ആസ് വെൽ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താണെന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്. The absolute refractive index of a medium is the ratio of the speed of light in air or vacuum to the speed of light in medium. എന്താണെന്ന് മനസ്സിലായില്ലേ? നമ്മുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈറ്റിൽ എത്രയാണോ സ്പീഡ് ഉള്ളത്, നമ്മുടെ എയറിൽ എത്രയാണോ അല്ലെ വാക്വത്തിൽ എത്രയാണോ സ്പീഡ് ഉള്ളത് നമ്മുടെ ലൈറ്റിന്, ഡിവൈഡഡ് ബൈ the speed of light in that particular medium. Simple. Okay, so refractive index is equal to speed of light in air or in vacuum divided by speed of light in the medium. And refractive index, it is generally represented by n. Okay, refractive index generally represented by n, which is equal to c by v, where c is the speed of light in air or vacuum and v is the speed of light in that particular medium. Okay, ഞാൻ റിഫ്രാക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ പറഞ്ഞായിരുന്നു ഈ ഒരു ഫിനോമിനൻ ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ സ്പീഡ് ഈ ഓരോ മീഡിയത്തിലും ഡിഫറെൻ്റ് ആയതുകൊണ്ടാണെന്ന് പറഞ്ഞായിരുന്നു. ലൈറ്റിൻ്റെ സ്പീഡ് ഓരോ മീഡിയത്തിലും ഡിഫറെൻ്റ് ആയതുകൊണ്ടാണെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ആ ഒരു ക്വാണ്ടിറ്റി കൺസിഡർ ചെയ്യുന്നതാണ് നമ്മുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഓക്കെ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ. നോക്കിക്കേ, ലൈറ്റ് ഇൻ എയർ ഓർ വാക്വം എന്ന് പറയുന്നുണ്ട്. കാരണം എയറിൻ്റെയും വാക്വത്തിൻ്റെയും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഏകദേശം ഓൾമോസ്റ്റ് സെയിം ആണ്. അതുകൊണ്ടാണ് എയർ ഓർ വാക്വം എന്ന് പറയുന്നത്. ഡിവൈഡഡ് ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം. ഓക്കെ,
ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം. ആൻഡ് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ അല്ലെങ്കിൽ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം വാക്വം നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് C വെച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n=c/v എന്ന് എഴുതിയിരിക്കുന്നത്. n=c/v, where c is the speed of light in air or vacuum and v is the speed of light in that particular medium. Okay, hope that is clear. ഇനി നമുക്ക് ബാക്കി നോക്കാം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ തന്നെ ബാക്കി ഡീറ്റെയിൽസ് ആണ്. ദ റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഓക്കെ, നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തത് അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. ഇനി റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ മീഡിയം. ഓക്കെ, അതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വളരെ സിമ്പിളാണ്. അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പറയുമ്പം നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എയർ അല്ലെന്നുണ്ടെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു വാക്വം ആണ് പറയുന്നത്. പക്ഷേ റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പറയുമ്പോഴത്തേക്കും രണ്ട് വേറെ പെയർ ഓഫ് മീഡിയ ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണെന്ന് വെച്ചാൽ റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ മീഡിയം 2 with respect to medium 1 is the ratio of speed of light in medium 1 to the speed of light in medium 2. ഇത് കേട്ടിട്ട് വലിയ കൺഫ്യൂഷൻ ഒന്നും ആവുമെന്നും വേണ്ട. വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ് പറഞ്ഞേക്കുന്നത്. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തത് അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഓക്കെ, റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താണെന്ന് വെച്ചാൽ റിലേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. നിങ്ങളിപ്പോൾ മനസ്സിൽ പറഞ്ഞ ആ മലയാളം വേർഡ് തന്നെ ആപേക്ഷിതം അല്ലേ? റിലേറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരെണ്ണത്തിനെ കമ്പയർ ചെയ്തിട്ട് മറ്റേതിനെ നോക്കുന്നത്, അതിനാണല്ലോ റിലേറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് രണ്ട് ഡിഫറെൻറ്റ് ട്രാൻസ്പെറൻറ്റ് മീഡിയം ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ, ഒന്ന് മീഡിയം 1, രണ്ടാമത്തേത് മീഡിയം 2. ഓക്കെ, രണ്ടും ട്രാൻസ്പെറൻറ്റ് മീഡിയം ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ ഫസ്റ്റ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു ദ സെക്കൻഡ് മീഡിയം, ആദ്യത്തെ മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വിത്ത് റെസ്പെക്ട് ടു കമ്പയർ ചെയ്ത് റിലേറ്റ് ചെയ്ത് ടു ദ സെക്കൻഡ് മീഡിയം ഈസ് ഈക്വൽ ടു സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ സെക്കൻഡ് മീഡിയം. സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ സെക്കൻഡ് മീഡിയം divided by speed of light in first medium. Clear alle? Refractive index of first medium with respect to the second medium is equal to speed of light in second medium divided by speed of light in first medium. Okay, അപ്പോൾ ഒരെണ്ണത്തിന് റിലേറ്റീവായിട്ട് ആണ് നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കുന്നതെന്നുണ്ടെങ്കിൽ സെക്കൻഡ് മീഡിയത്തിലുള്ള സ്പീഡ് ലൈറ്റിൻ്റെ സ്പീഡ് ഡിവൈഡഡ് ബൈ ഫസ്റ്റ് മീഡിയത്തിലുള്ള ലൈറ്റിൻ്റെ സ്പീഡ് എന്ന് പറയുന്നതാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ ഫസ്റ്റ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു ദി സെക്കൻഡ് മീഡിയം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ സെക്കൻഡ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ് മീഡിയം ആണെങ്കിൽ അപ്പോൾ നേരെ തിരിച്ചു വരും. സെക്കൻഡ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ് മീഡിയം, അപ്പോൾ ന്യൂമറേറ്ററിൽ എന്താണ്? സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം 1 ഡിവൈഡഡ് ബൈ speed of light in medium 2. So you can write it as n21 is equal to v1 by v2. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ എഴുതുവാണ് n12 can be written. എങ്ങനെയായിരിക്കും n12 എഴുതാൻ പറ്റുന്നത്? n12 can be written as speed of light in second medium, suppose if it is v1, and speed of light in first medium if it is second medium v2, and first medium if it is v1, then the refractive index of first medium with respect to second is equal to v2 divided by v1, where v2 is the velocity of the second medium and v1 is the velocity of the first medium. Okay, 1 with respect to 2 ആണെങ്കിൽ 2ൻ്റെ വെലോസിറ്റി ഡിവൈഡഡ് ബൈ 1ൻ്റെ വെലോസിറ്റി. ഓക്കെ, ഇപ്പോൾ 2 വിത്ത് റെസ്പെക്ട് ടു 1, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ് മീഡിയം ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു v1 ഡിവൈഡഡ് ബൈ v2. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് നമ്മളിപ്പം ഡിസ്കസ് ചെയ്തത്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞു. രണ്ട് രീതിയിൽ രണ്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക, എയറിനെ വിത്ത് റെസ്പെക്ട് ടു എയർ ആണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ മീഡിയം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ദ റേഷ്യോ ഓഫ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ ഓർ വാക്വം ടു ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ മീഡിയം. ഓക്കെ, ആൻഡ് ദാറ്റ് ഇസ് ഗിവൺ ബൈ c/v. ഓക്കെ, ഇനി സെക്കൻഡ് കേസിൽ റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ മീഡിയം 2 വിത്ത് റെസ്പെക്ട് ടു 1 ഈസ് ദ ratio of the speed of light in medium 1 to the speed of light in medium 2. Okay, so that is equal to v1 by v2. Clear അല്ലേ? ഇവിടെ അബ്സല്യൂട്ടിൻ്റെ അകത്ത് വിത്ത് റെസ്പെക്ട് ടു എയർ ആണ്, അല്ലെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ ഓർ വാക്വം ആണ് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ന്യൂമറേറ്ററിൽ c വന്നത്. ഓക്കെ,
വെറുതെ നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സാണ് പറയുന്നത് കേട്ടോ. അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനാണ് നമ്മൾ if you are not using any particular word along with the refractive index, then that is the absolute refractive index. ഓക്കെ, പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ മീഡിയം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈസ് എക്സ്പ്ലെയിൻഡ് വിത്ത് റെസ്പെക്ട് ടു ദി വിത്ത് റെസ്പെക്ട് ടു എയർ. കേട്ടോ, ഫൈൻ. അല്ലെന്നുണ്ടെങ്കിൽ അത് അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. ഇനി ഈ ടേബിൾ നോക്കിക്കേ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ അകത്ത് പേജ് നമ്പർ 10.3 ഈ ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഈ ടേബിളിൻ്റെ അകത്ത് എന്താ കൊടുത്തേക്കുന്നതെന്ന് വെച്ചാൽ കുറേ ഡിഫറെൻറ്റ് മെറ്റീരിയൽ മീഡിയയുടെ കുറേ ഡിഫറെൻറ്റ് മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് കൊടുത്തേക്കുന്നത്. ചുമ്മാ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, അത് തന്നെ അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വിത്ത് റെസ്പെക്ട് ടു എയർ. ഓക്കെ, അപ്പം എയർ അല്ലെങ്കിൽ വാക്യൂം. ഓക്കെ, അപ്പോൾ എയറിൻ്റെ നോക്കിക്കേ, എയറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.003. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും എല്ലാ ഡെഫിനേഷൻസിൻ്റെ അകത്തും അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ ഡെഫിനേഷൻ്റെ അകത്ത് വിത്ത് റെസ്പെക്ട് ടു എയർ ഓർ വാക്യൂം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? കാരണം 1.003 ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1 അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. നോക്കി, ഈ ടേബിളിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ളത് ഏത് മീഡിയത്തിനാണ്? ഡയമണ്ടിന് അല്ലേ? ഏറ്റവും കുറവുള്ളതോ? എയറിന്. അപ്പോൾ ഏറ്റവും കൂടുതൽ റിഫ്രാക്ഷൻ നടക്കുന്നത് ഏതിനായിരിക്കും? ഡയമണ്ടിന്. കറക്റ്റ്. ഓക്കെ, ഫൈൻ. അപ്പോൾ ഈ ഒരു റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ ഈ ഒരു ടേബിൾ അറേഞ്ച് ചെയ്തേക്കുന്നതിൻ്റെ അകത്ത് നിങ്ങൾക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഡെൻസർ മീഡിയം. ഓക്കെ, ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം. ഞാനത് എടുത്തു പറയുകയാണ്, കാരണം നമ്മൾ പറയാറുള്ള ഡെൻസിറ്റി ഇല്ലേ, ഡെൻസർ മീഡിയം എന്ന് പറയുന്നത് മാസ് ഡെൻസിറ്റി, അത് ഡിഫറെൻ്റ് ആണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയുമായിട്ട്. കേട്ടോ, അതൊന്ന് ഓർത്ത് വെച്ചേക്കണം. ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയുമായിട്ട് നമ്മൾ സാധാരണ പറയുന്ന മാസ് ഡെൻസിറ്റി ഡിഫറെൻ്റ് ആണ്. ഓക്കെ, മാസ് ഡെൻസിറ്റിക്കകത്ത് മാസ് പെർ യൂണിറ്റ് വോളിയം ആണ്. പക്ഷേ നമ്മളുടെ ഒപ്റ്റിക്കൽ മീഡിയത്തിൻ്റെ അകത്ത് ഡെൻസിറ്റി പറയുന്നത് നമ്മുടെ സ്പീഡ് ഓഫ് ലൈറ്റ് ആ ഓരോ മീഡിയത്തിലും വേരി ചെയ്യുന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അപ്പോൾ ഒപ്റ്റിക്കലി ഡെൻസർ എന്നുള്ളതാണ്. ഇപ്പം ഡയമണ്ട് ആണെങ്കിലും സഫയർ ആണെങ്കിലും റൂബി ആണെങ്കിലും ഇതെല്ലാം ഒപ്റ്റിക്കലി കൂടുതൽ ഡെൻസർ ആണ് എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് കാണിക്കുന്നത്. ഓക്കെ, ഫൈൻ. അപ്പോൾ ഒപ്റ്റിക്കലി ഡെൻസർ ആണ് എന്നുള്ളതാണ് ഇപ്പോൾ ഇതിൻ്റെ ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വെച്ച് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇഫ് വെൻ ഇറ്റ് ഈസ് റിട്ടൺ ദാറ്റ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് കെറോസിൻ ഈസ് 1.44. അതിൻ്റെ അർത്ഥം എന്താ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് കെറോസിൻ ഈസ് 1.44 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം to the speed of light in that particular medium is equal to 1.44 എന്നുള്ളതാണ്. അല്ലെന്നുണ്ടെങ്കിൽ we can say that the speed of light in vacuum or air is 1.44 times the speed of light in that kerosene. അതല്ലേ അതിൻ്റെ അർത്ഥം അല്ലേ? അപ്പോൾ 1.44 ടൈംസ് കൂടുതലാണ്, അല്ലെങ്കിൽ വെലോസിറ്റി ഇൻ കെറോസിൻ 1/1.44 ടൈംസ് കുറവാണ് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അല്ലേ? ഓക്കെ, അപ്പോൾ അങ്ങനെ പല ഇൻഫറൻസസും നമുക്ക് ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ അകത്തുനിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി അടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ എബിലിറ്റി ഓഫ് എ മീഡിയം ടു റിഫ്രാക്ട് ലൈറ്റ് ഈസ് ഓൾസോ എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. ഞാൻ ഇത്രയും നേരം പറഞ്ഞ അതേ കാര്യം തന്നെ, എന്തുമാത്രമാണ് റിഫ്രാക്ട് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് നമ്മുടെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയുടെ ടേംസിലാണ് നമ്മൾ പറയുന്നത്. In comparing two media, the one with the larger refractive index is optically denser medium than the other. ഏതിനാണോ കൂടുതൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ളത്, ഇപ്പോൾ ഡയമണ്ടിനാണ് കൂടുതൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ളത്, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സഫയറിന്, അല്ലെന്നുണ്ടെങ്കിൽ കാനഡ ബാൽസത്തിനാണ് കമ്പയർഡ് ടു ക്രൗൺ ഗ്രാസിന് കൂടുതൽ ഡെൻസിറ്റി ഉള്ളത്, അപ്പോൾ കൂടുതൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ളത്. അതിൻ്റെ അർത്ഥം എന്താണ്? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ആർക്കാണ് കൂടുതൽ എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. കാനഡ ബാൽസത്തിനാണ് നമ്മുടെ ക്രൗൺ ഗ്ലാസിനേക്കാൾ കൂടുതലുള്ളത്, അല്ലെങ്കിൽ സഫയറിനാണ് നമ്മുടെ റൂബിയേക്കാളും എന്ത് കൂടുതലുള്ളത്? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലുള്ളത്. കാരണം സഫയറിനാണ് കൂടുതൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് റൂബിയായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും. ഓക്കെ, ഇനി
നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ദ അതർ മീഡിയം ഓഫ് ലോവർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈസ് ഒപ്റ്റിക്കലി റെയറർ. കുറവ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഉള്ള അല്ലെന്നുണ്ടെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള ആ മീഡിയത്തിനാണ് നമ്മൾ റെയറർ മീഡിയം എന്ന് വിളിക്കുന്നത്. ആ മീഡിയത്തിനാണ് നമ്മൾ റെയറർ മീഡിയം എന്ന് വിളിക്കുന്നത്. കൂടുതൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ളതിനെയാണ് നമ്മൾ ഡെൻസർ മീഡിയം എന്ന് വിളിക്കുന്നത്. അടുത്തതെന്ന് വെച്ചാൽ thus a ray of light traveling from a rarer medium to a denser medium slows down and bends towards the normal. നമ്മൾ കണ്ടായിരുന്നു എയറിൽ നിന്ന് ലിക്വിഡിലേക്ക് പോയി കഴിയുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കുന്നു? The light bends towards the normal. Similarly, when it travels from a denser medium to a rarer medium, it speeds up and bends away from the normal. Okay, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, the ray of light which is traveling from rarer medium to denser medium എപ്പോഴും bends towards the normal, and the ray of light which is traveling from denser medium to rarer medium bends away from the normal. Okay, അപ്പോൾ അതാണ് ഡെൻസറും റെയറും തമ്മിലുള്ള വ്യത്യാസവും ആ മീഡിയത്തിന് കൂടെ നമ്മുടെ ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ ഉള്ള വ്യത്യാസവും. ഡെൻസർ മീഡിയത്തിൽ കൂടിയാണ് ലൈറ്റ് പാസ്, റെയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലേക്കാണ്, റെയറിൽ നിന്ന് ഡെൻസറിലേക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ the light bends towards the normal. That means that the speed of light has got reduced. അല്ലേ? അതേപോലെ ഡെൻസറിൽ നിന്ന് റെയറിലേക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ the light bends away from the normal. Light bends away from the normal. It means that, very good, it means that the speed of light increases. ഓക്കെ, ഒപ്റ്റിക്കലി ചെറിയ റെയറർ മീഡിയം ആണെന്നുണ്ടെങ്കിൽ സ്പീഡ് കൂടും, ഡെൻസർ മീഡിയം ആണെന്നുണ്ടെങ്കിൽ സ്പീഡ് കുറയും. അത്രേ ഉള്ളൂ. ഓക്കെ, യാ. ഇനി നമുക്ക് ലെറ്റ്സ് സീ ദ ക്വസ്റ്റ്യൻസ് ഗിവൺ ഇൻ പേജ് നമ്പർ 176. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേജ് നമ്പർ 176 എടുക്കുക. അതിനകത്ത് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടില്ലേ, നമുക്കതൊന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ റേ ഓഫ് ലൈറ്റ് ട്രാവലിംഗ് ഇൻ എയർ എൻറ്റേഴ്സ് ഒബ്ലീക്ലി ഇൻ ടു വാട്ടർ. ഡസ് ദ ലൈറ്റ് റേ ബെൻഡ് ടുവേർഡ്സ് ദ നോർമൽ ഓർ എവേ ഫ്രം ദ നോർമൽ? വൈ? ഒരു റേ ഓഫ് ലൈറ്റ് എയറിൽ ട്രാവൽ ചെയ്തത് ഒബ്ലീക്ലി വാട്ടറിലേക്ക് എൻ്റർ ചെയ്തു, അപ്പോൾ അത് ടുവേർഡ്സ് ദ നോർമൽ ആയിരിക്കുമോ അതോ എവേ ഫ്രം ദ നോർമൽ ആയിരിക്കുമോ? യാ, യു ഓൾ സെഡ് ഇറ്റ് അബ്സല്യൂട്ട്ലി റൈറ്റ്. ഇറ്റ് ബെൻഡ്സ്, യെസ്, ടുവേർഡ്സ് ദ നോർമൽ അല്ലേ? ടുവേർഡ്സ് ദ നോർമൽ. വൈ? Because water is having more refractive index, or water is optically more dense than that of air. അല്ലെങ്കിൽ the refractive index of the second medium with respect to the first is equal to the speed of light in air divided by speed of light in water. അപ്പം ഏതിനാണ് സ്പീഡ് കൂടുതലുള്ളത്? നമ്മളുടെ ലൈറ്റിലാണ് സ്പീഡ് കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ റേ ഓഫ് ലൈറ്റ് നോർമലിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യും. ഓക്കെ, ഡ്യൂ ടു ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓർ ഡ്യൂ ടു ദ ഡിഫറൻസ് ഇൻ ദ density or due to the change variation in the speed, okay, in different media, what will happen is that the ray bends towards the normal. Okay, second question നോക്കാം. Light enters from air to glass having refractive index 1.50. What is the speed of light in the glass? The speed of light in vacuum is 3 into 10 raised to 8 meter per second. സോ ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? ആദ്യം തന്നെ തന്നിട്ടുണ്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു എയർ ഈസ് ഈക്വൽ ടു 1.5 എന്നുള്ളത് തന്നിട്ടുണ്ട്. ശരിയല്ലേ? 1.50 സെയിം ആസ് 1.5. ഓക്കെ, ഞാൻ പറഞ്ഞായിരുന്നു അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നതും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നതും സെയിം തന്നെയാണെന്ന് പറഞ്ഞായിരുന്നു. ഓർക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, പ്രത്യേകിച്ചൊന്നും എഴുതിയിട്ടില്ല, അബ്സല്യൂട്ട് എന്നോ റിലേറ്റീവ് എന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് മാത്രമാണ് പറഞ്ഞേക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പം അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ മീഡിയം വിത്ത് റെസ്പെക്ട് ടു എയർ, ദാറ്റ് ഈസ് ഗിവൺ ആസ് 1.5. പിന്നെ വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഗ്ലാസ്? കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ടു ഫൈൻഡ് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഗ്ലാസ്, VG ആണ് കണ്ടുപിടിക്കേണ്ടത്. പിന്നെ എന്തൊക്കെയാണ് കൊടുത്തേക്കുന്നത്? ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ഈസ് 3 into 10 raised to 8 meter per second എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം air, or അല്ലെന്നുണ്ടെങ്കിൽ you can call it as C. C is given as 3 into 10 raised to 8 meter per second. ശരിയല്ലേ? We have already seen that the absolute refractive index or refractive index of glass with respect to air is equal to the speed of light in air divided by speed of light in glass. Okay, and this value is given as 1.5. So from here you can calculate the velocity of inside the glass, right?
സോ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ C is equal to 1.5 into velocity of the glass. So velocity of the glass is equal to C divided by 1.5, which is equal to C is 3 into 10 raised to 8 and divided by, in the denominator, 1.5. So what you will get? You will be getting the velocity in the glass is equal to 1.5 into 2 is 3. So 2 into 10 raised to 8 meter per second. You can see that the velocity in the glass that is reduced, right? Velocity in the glass 2 into 10 raised to 8 meter per second മാത്രമേ ഉള്ളൂ അല്ലേ? Velocity in the glass is just 2 into 10 raised to 8 meter per second. പക്ഷേ velocity in the air എത്ര ഉണ്ടായിരുന്നു? Velocity in the air 3 into 10 raised to 8 meter per second ഉണ്ടായിരുന്നു. അപ്പം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് velocity of the light in glass has got reduced to 2 into 10 raised to 8 meter per second. Okay? Yeah. Now, question number 3. Find out from table 10.3 the medium having highest optical density. Also find the medium with lowest optical density. Okay. അപ്പോൾ നമ്മുടെ ആ ടേബിൾ നമുക്ക് നോക്കാം. നിങ്ങളുടെ ടേബിൾ 10.3 ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഏറ്റവും കൂടുതലുള്ള മീഡിയം നോക്കിക്കേ. നമ്മൾ പറഞ്ഞായിരുന്നു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലാണെങ്കിൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയും കൂടുതലാണെന്ന് പറഞ്ഞായിരുന്നു അല്ലേ? അപ്പോൾ ഏറ്റവും കൂടുതൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള ആർക്കാണ്? ഡയമണ്ടിനാണ്. സോ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയും ഏറ്റവും കൂടുതലുള്ളത് ഡയമണ്ടിനാണ്. ഓക്കെ. അതേപോലെ we have to find out the medium with lowest optical density. Okay, lowest optical density ഏതിനാണ്? നമ്മുടെ എയറിനാണ്. അപ്പോൾ ലോവസ്റ്റ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എയറിനും അതേപോലെ ഹയസ്റ്റ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി നമ്മുടെ ഡയമണ്ടിനുമാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ ഈ ടേബിളിൻ്റെ അകത്ത്. ഫൈൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, യു ആർ ഗിവൺ കെറസിൻ, ടർപ്പൻറ്റൈൻ ആൻഡ് വാട്ടർ. ഇൻ വിച്ച് ഓഫ് ദീസ് ഡസ് ദ ലൈറ്റ് travel fast? Use the information given in table 10.3 again. Okay, you are given kerosene തന്നിട്ടുണ്ട്. ഓക്കെ, കെറസിൻ്റെ എത്രയാണെന്നാണ് പറഞ്ഞേക്കുന്നത്? കെറസിൻ്റെ പറഞ്ഞേക്കുന്നത് 1.44. ഓക്കെ, നമുക്ക് ഓരോരുത്തരുടെ എഴുതി വയ്ക്കാം. കെറസിൻ്റേത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.44 പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ടർപ്പൻറ്റൈൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇരുന്ന കേട്ടോ. ടർപ്പൻറ്റൈൻ്റെ പറഞ്ഞിട്ടുള്ളത് 1.47 ആണ് നമ്മുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പറഞ്ഞേക്കുന്നത്. പിന്നെ നമ്മുടെ വാട്ടറിൻ്റേത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.33 പറഞ്ഞേക്കുന്നത്. ഓക്കെ, ശരി. ഇനി എന്നാ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? യു ആർ ഗിവൺ ഇൻ വിച്ച് ഓഫ് ദീസ് ഡസ് ദ ലൈറ്റ് ട്രാവൽ ഫാസ്റ്റ്. ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ സ്പീഡിൽ ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത് ഏതിനാണെന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്കറിയാവുന്നൊരു കാര്യമുണ്ട്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് or the absolute refractive index of a medium is equal to speed of light in air or vacuum divided by speed of light in that particular medium. ശരിയല്ലേ? അപ്പം V is equal to C by N എന്നല്ലേ അല്ലേ? അതിൻ്റെ അർത്ഥം എന്താ നോക്കിക്കേ. അതിൻ്റെ അർത്ഥം എന്താ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, അതിൻ്റെ അർത്ഥം ഇതാണ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുന്തോറും എന്ത് സംഭവിക്കും? നമ്മുടെ വെലോസിറ്റി ഇൻ ദാറ്റ് പർട്ടിക്കുലർ മീഡിയം കുറയും. ശരിയല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞേക്കുന്നത്? അതെ. അപ്പോൾ ഇൻ വിച്ച് ഓഫ് ദീസ് ദ ലൈറ്റ് ട്രാവൽസ് ഫാസ്റ്റ് എന്ന് ചോദിക്കുമ്പം ഏറ്റവും കൂടുതൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ളതിന് ഏറ്റവും സ്പീഡ് കുറവായിരിക്കും. ഏറ്റവും കുറവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ളതിന് ഏറ്റവും കൂടുതൽ സ്പീഡായിരിക്കും അല്ലേ? നോക്കിയേ, ഏറ്റവും കൂടുതലാവുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതലാണെന്നുണ്ടെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? അത്രയും കുറയുകയല്ലേ നമ്മുടെ വെലോസിറ്റി അല്ലേ? അതേസമയം കുറവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് സ്പീഡ് കൂടിയല്ലേ ഇല്ലേ? ഓക്കെ, ശരി. അപ്പോൾ ഈ കൂട്ടത്തിൽ ഏറ്റവും കുറവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആർക്കാ? നോക്കിക്കേ, ഈ കൂട്ടത്തിൽ ഏറ്റവും കുറവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആർക്കാ? നമ്മുടെ വാട്ടറിന്. ഓക്കെ, അപ്പോൾ നമ്മുടെ വാട്ടറിനാണ് ഏറ്റവും കുറവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. വാട്ടറിനായതുകൊണ്ട് തന്നെ സ്പീഡ് ഏറ്റവും കൂടുതൽ സ്പീഡ് ഏതിലായിരിക്കും? വാട്ടറിലായിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ സ്പീഡ് ഏതിലായിരിക്കും? പിന്നെ നമ്മുടെ കെറസിനിലായിരിക്കും. പിന്നെ എന്തിലായിരിക്കും? പിന്നെ നമ്മുടെ ടർപ്പൻറ്റൈനിലായിരിക്കും. അപ്പം എഴുതുവാണെന്നുണ്ടെങ്കിൽ വെലോസിറ്റി ഇൻ വാട്ടർ ഈസ് ഗ്രേറ്റർ ദാൻ വെലോസിറ്റി ഇൻ കെറസിൻ ഈസ് ഗ്രേറ്റർ ദാൻ വെലോസിറ്റി ഇൻ ടർപ്പൻറ്റൈൻ. ക്ലിയർ അല്ലേ? എല്ലാവർക്കും ക്ലിയർ അല്ലേ? ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വെച്ചിട്ടാണ് നമ്മളിത് കണ്ടുപിടിച്ചത്.
റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വെലോസിറ്റി കുറവായിരിക്കും. അതേപോലെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവാണെങ്കിൽ വെലോസിറ്റി കൂടുതലായിരിക്കും. ഏറ്റവും കൂടുതൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ളത് നമ്മുടെ ടർപ്പൻറ്റൈൻ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും കുറവ് വെലോസിറ്റി ടർപ്പൻറ്റൈൻ ആയിരിക്കും. ഏറ്റവും കുറവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ളത് നമ്മുടെ വാട്ടറിനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ വെലോസിറ്റി നമ്മുടെ വാട്ടറില്ല. സോ വെലോസിറ്റി ഇൻ water is greater than velocity in kerosene is greater than velocity in turpentine. Okay, yeah. Now last question number 5. The refractive index of diamond is 2.42. What is the meaning of this statement? Okay, question la parnekkunnu vechal refractive index of diamond 2.42 ആണ്. പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തായിരുന്നു. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈസ് അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വിച്ച് വി ക്യാൻ write by just n is equal to 2.42. Okay, ഡയമണ്ടിൻ്റെ ആണ്. വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ്? ഇതിൻ്റെ അർത്ഥം എന്താണ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇസ് ഈക്വൽ ടു ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ദ മീഡിയം ഡിവൈഡഡ് ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ ഡിവൈഡഡ് ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം ഓർ സ്പീഡ് ഓഫ്, ഈ കേസിൽ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഏതാണ് മീഡിയം? ഡയമണ്ട്. ഓക്കെ, ഡയമണ്ട്. അപ്പോൾ വിച്ച് മീൻസ് ദാറ്റ് 2.42 എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ it means that velocity of diamond is equal to 1/2.42 times the speed of light. ശരിയല്ലേ? velocity of diamond is equal to 1/2.42 times the velocity of light. അല്ലെന്നുണ്ടെങ്കിൽ അത്രയും എന്താ പറയുക, അത്രയുമാണ്, ആ റേഷ്യോയിലാണ് 1/2.42 ടൈംസിലാണ് നമ്മുടെ സ്പീഡ് ഓഫ് ഡയമണ്ട് കമ്പയർഡ് ടു സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഡയമണ്ട് കമ്പയർഡ് ടു സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ കുറയുന്നതെന്നുള്ളത്. ഓക്കെ, ഫൈൻ. അപ്പോൾ നമ്മൾ ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് സ്ഫെറിക്കൽ ലെൻസ് ആണ്. സ്ഫെറിക്കൽ ലെൻസ് കേട്ടിട്ടുണ്ടോ? ലെൻസ് കേട്ടിട്ടുണ്ടല്ലേ? കണ്ണാടി ത്തെ ലെൻസ് എന്ന് വെച്ചാൽ നമ്മുടെ കണ്ണ വയ്ക്കുന്ന കണ്ണാടി, സ്പെക്ടക്കിൾസിൻ്റെ അകത്തെ ലെൻസ്. അതേപോലെ നിങ്ങൾ വാച്ച് മേക്കേഴ്സിൻ്റെ അടുത്ത് അല്ലെങ്കിൽ വാച്ച് റിപ്പയർ ചെയ്യുന്ന കടയിൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിട്ട് കാണും ആ റിപ്പയറുകാരൻ്റെ കയ്യിൽ ഒരു മാഗ്നിഫയിങ് ഗ്ലാസ് ഉണ്ടെന്നുള്ളത്, അല്ലേ? അല്ലെന്നുണ്ടെങ്കിൽ ആ കടക്കാരൻ്റെ കയ്യിൽ ഒരു മാഗ്നിഫയിങ് ഗ്ലാസ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ചെറിയ മിനിറ്റിൻ്റെ സൂചിയും അതേപോലെ ആ നീഡിൽ ആൻഡ് ഓൾ ദാറ്റ് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് വലുതായിട്ട് കാണാൻ പറ്റുന്ന ഒരു ഡിവൈസ് വേണം, അല്ലേ? അപ്പോൾ അതിനാണ് നമ്മൾ മാഗ്നിഫയിങ് ഗ്ലാസ് എന്ന് പറയും. മലയാളത്തിൽ നമ്മൾ ഭൂതക്കണ്ണാടി എന്ന് പറയും. അപ്പോൾ സ്ഫെറിക്കൽ ലെൻസിൻ്റെ ഒരു എക്സാമ്പിളാണ് കേട്ടോ ഈ പറയുന്ന മാഗ്നിഫയിങ് ലെൻസ്. അതേപോലെ തന്നെ നമ്മുടെ കണ്ണാടിയിൽ യൂസ് ചെയ്യുന്ന ലെൻസും ഈ പറയുന്ന സ്ഫെറിക്കൽ ലെൻസിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഓക്കെ, ഈ മാഗ്നിഫയിങ് ഗ്ലാസിൻ്റെ സർഫസ് എങ്ങനെയാണെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് പ്ലെയിൻ ആയിട്ടാണോ ഇരിക്കുന്നതോ കേർവ്ഡ് ആയിട്ടാണോ ഇരിക്കുന്നത്? കേർവ്ഡ് അല്ലേ, കംപ്ലീറ്റ് ആയിട്ടും പ്ലെയിൻ ആയിട്ടല്ല ഇരിക്കുന്നത്, അല്ലേ? ഓക്കെ, അതേപോലെ നമ്മുടെ കണ്ണാടിയോ, അതായത് കണ്ണേ വയ്ക്കുന്ന കണ്ണാടി, സ്പെക്ടക്കിൾസിലെ കംപ്ലീറ്റ് പ്ലെയിൻ ആയിട്ടാണോ ഇരിക്കുന്നത്? അല്ലല്ലോ, കുറച്ച് ഭാഗം ഉണ്ടല്ലേ, കുറച്ച് പോർഷൻ ഉണ്ടല്ലേ കേർവ്ഡ് ആയിട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി സ്ഫെറിക്കൽ ലെൻസിൻ്റെ ഡെഫിനിഷൻ പറയുവാണെങ്കിൽ എന്താണ് എന്നുള്ളത് നോക്കാം. നമ്മൾ ഓൾറെഡി സ്ഫെറിക്കൽ മിററിനെ പറ്റി പഠിച്ചു കഴിഞ്ഞു. ഇനി സ്ഫെറിക്കൽ ലെൻസിൻ്റെ ഡെഫിനിഷൻ നോക്കാം. സ്ഫെറിക്കൽ ലെൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ again it's a transparent material bounded by two surfaces, one or both of which are spherical. അപ്പോൾ സ്ഫെറിക്കൽ ലെൻസിൻ്റെ ഡെഫിനിഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയൽ വെച്ചിട്ടുണ്ടാക്കിയേക്കുന്ന ഒരു സർഫസ് സ്ഫെറിക്കലായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ രണ്ട് സർഫസ് സ്ഫെറിക്കലായിരിക്കും. അത് കോൺവെക്സോ കോൺകേവോ എന്ത് വേണേലും ആകാം. അപ്പോൾ അങ്ങനെ രണ്ട് ട്രാൻസ്പെറൻറ്റ് മീഡിയം വെച്ചിട്ട് ഉണ്ടാക്കുന്ന ആ ഇതിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സ്ഫെറിക്കൽ ലെൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇറ്റ്സ് എ ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയൽ ബൗണ്ടഡ് ബൈ ടു സർഫസസ്, ഓക്കെ, ഓഫ് വിച്ച് വൺ ഓർ ബോത്ത് ഓഫ് ദം ആർ സ്ഫെറിക്കൽ. സ്ഫെറിക്കൽ എന്ന് പറയുമ്പോൾ കോൺവെക്സോ ആവാം കോൺകേവോ ആവും കേട്ടോ. സ്ഫെറിക്കൽ ലെൻസസ് ആർ മെയിൻലി ഓഫ് ടു ടൈപ്സ്. രണ്ട് ടൈപ്പാണ് നമ്മുടെ സ്ഫെറിക്കൽ ലെൻസസ് ഉള്ളത്. ഒന്ന് കോൺവെക്സ്, ഒബ്വിയസ്ലി. ദ അതർ വൺ ഈസ് കോൺകേവ്. നിങ്ങൾ ഇപ്പോൾ മനസ്സിൽ പറഞ്ഞു എന്ന് എനിക്കറിയാം. അത് തന്നെയാണ്, ഒന്ന് കോൺവെക്സ് ഒന്ന് കോൺകേവ്. ഓക്കെ, അപ്പം നമ്മുടെ സ്ഫെറിക്കൽ ലെൻസിൻ്റെ അകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഒരു ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയൽ ആണുള്ളത്. ഇനി രണ്ട് സർഫസ് ഉണ്ട്. രണ്ട് സർഫസിൻ്റെ അകത്ത് ഒന്നോ അല്ലെങ്കിൽ അതിലധികമോ കോൺകേവോ അല്ലെങ്കിൽ കോൺവെക്സോ മിറർ ആയിരിക്കും ഉള്ളത്. അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുക, കേർവ്ഡ് സർഫസ് ആയിരിക്കും ഉള്ളത്. ഓക്കെ,
അപ്പോൾ ഇനി 2 ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. ഒന്ന് കോൺവെക്സ് ലെൻസ്, ഒന്ന് കോൺകേവ് ലെൻസ്. നമുക്ക് ഒത്തിരി ടൈപ്പ് ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ മെയിനായിട്ടും ഉള്ള ഈ കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസും ആണ് ഇപ്പോൾ ഒറ്റ ഒരു സ്റ്റേജിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കോൺവെക്സ് ലെൻസ്. കോൺവെക്സ് ലെൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. കോൺവെക്സ് ലെൻസ് എന്ന് പറഞ്ഞാൽ അതെ ഫിഗർ ആദ്യമേ തന്നെ മനസ്സിലാക്കി വയ്ക്കുക. ഇതാണ് കോൺവെക്സ് ലെൻസ് എന്ന് പറയുന്നത് കേട്ടോ. അതായത് ഇതിൻ്റെ കേസിൽ നോക്കിക്കേ, ഈ മിഡിൽ പോർഷൻ തിക്കറും ഈ അറ്റത്തെ പോർഷൻ എൻഡ് പോർഷൻ തിന്നറുമാണ് അല്ലേ, കമ്പാരിറ്റീവ്ലി അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ലെൻസിനാണ് നമ്മൾ കോൺവെക്സ് ലെൻസ് എന്ന് പറയുന്നത്. കോൺവെക്സ്, നമ്മൾ കോൺവെക്സ് മിറർ പറഞ്ഞപ്പോൾ തള്ളി നിൽക്കുന്നതായിരുന്നു അല്ലേ, തള്ളി നിൽക്കുന്ന സർഫസിലല്ലായിരുന്നു നമ്മളുടെ റിഫ്ലക്ഷൻ നടന്നത്, ശരിയല്ലേ. അപ്പോൾ നമ്മുടെ കോൺവെക്സ് ലെൻസിൻ്റെ കേസിലും ഇങ്ങനെ തള്ളി നിൽക്കുന്ന 2 സർഫസിലാണ്, കോൺവെക്സ് 2 സർഫസിലാണ് നമ്മുടെ റിഫ്ലക്ഷൻ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ബേസിക്കലി പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ്, അതിൻ്റെ ഷേപ്പ് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് തിക്കർ ഇൻ ദ മിഡിൽ ആൻഡ് തിന്നർ അറ്റ് ദ എഡ്ജസ്. നടുക്ക് തിക്കറും കൂടുതൽ വണ്ണവും അതേപോലെ അറ്റത്ത് 2 കമ്പാരിറ്റീവ്ലി തിന്നറുമാണ്. Rays of light parallel to the principal axis after refraction through a convex lens meet at a point or converge on the principal axis. അപ്പം ഇതിൻ്റെയും ടെക്നിക്കലി ഡെഫിനിഷൻ പറയുമ്പോഴത്തേക്കും സ്പെഷ്യാലിറ്റി എന്താണ്, കോൺവെക്സ് ലെൻസിൻ്റെ. ഓക്കെ, കൺഫ്യൂസ്ഡ് ആവരുത്. നമ്മളിപ്പോൾ പഠിക്കുന്നത് എന്താണ്, കോൺവെക്സ് ലെൻസാണ്. കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസും ആണ്, അല്ലാതെ മിറർ അല്ല. മിററിൻ്റെ കേസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ കുറേ ആപ്ലിക്കേഷൻസ് ഇതിൻ്റെ അകത്ത്, അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് പഠിച്ച കുറേ കോൺസെപ്റ്റ് ഇതിൻ്റെ അകത്ത് നല്ല ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് ലെൻസിനെ പറ്റിയാണ് പറയുന്നത് എന്നുള്ളതും ഇതിന് 2 സർഫസ് ഉണ്ട് എന്നുള്ള ആ ഒരു സ്പെഷ്യാലിറ്റി നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ കോൺവെക്സ് ലെൻസ് ആണെന്നുണ്ടെങ്കിൽ നടുക്ക് തിക്കറും അറ്റത്ത് 2 തിന്നറും ആയിരിക്കും. അതേപോലെ തന്നെ അതിൻ്റെ ഡെഫിനേഷൻ പറയുമ്പോഴത്തേക്കും പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ടുള്ള റേസ് എല്ലാം ഒരു പോയിന്റിൽ എന്ത് ചെയ്യും, ഒരു പോയിന്റിൽ കൺവേർജ് ചെയ്യും ആഫ്റ്റർ റിഫ്രാക്ഷൻ ത്രൂ ദ കോൺവെക്സ് ലെൻസ്. ഒബ്വിയസ്ലി ട്രാൻസ്പെറൻറ്റ് മീഡിയത്തിൽ കൂടെ പാസ് ചെയ്യുമ്പോഴത്തേക്കും അത് റിഫ്രാക്ട് ചെയ്ത് ഇറങ്ങി വരുമ്പോഴത്തേക്കും ഡെൻസർ മീഡിയത്തിൽ നിന്ന് പിന്നെയും റെയർ മീഡിയത്തിലേക്കാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ എന്താ പറയുക, റിഫ്രാക്ട് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി വന്നു കഴിയുമ്പോൾ ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യും. അങ്ങനെ മീറ്റ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ ആ ടൈപ്പ് ഓഫ് ലെൻസിനാണ് നമ്മൾ കോൺവെക്സ് ലെൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് കോൺകേവ് ലെൻസ്. ഓക്കെ, കോൺകേവ് ലെൻസിൻ്റെ സ്പെഷ്യാലിറ്റി, കോൺകേവ് മിറർ എന്തായിരുന്നു, ഈ പോർഷനിൽ അല്ലേ, അകത്തെ പോർഷനിലായിരുന്നു റിഫ്ലക്ഷൻ നടക്കുന്നത്, ശരിയാണല്ലോ അല്ലേ. ഓക്കെ, അപ്പോൾ കുഴിയിലെ സർഫസിലായിരുന്നു റിഫ്ലക്ഷൻ നടക്കുന്നത്. ഇനി നമ്മൾ നോക്കുന്ന കോൺകേവ് ലെൻസ് ആണ്. കോൺകേവ് ലെൻസ് ആകുമ്പോൾ എന്തുമായിരിക്കും, ഇറ്റ് ഈസ് തിന്നർ ഇൻ ദ മിഡിൽ ആൻഡ് തിക്കർ അറ്റ് ദ എഡ്ജസ്. നോക്കിക്കേ, നടുവിലെ പോർഷനിൽ വണ്ണം കുറവും അതേസമയം 2 അറ്റത്തും വണ്ണം കൂടുതലുമാണ്, ശരിയല്ലേ. ഇവിടെ വണ്ണം കുറവും അതേപോലെ തന്നെ ഈ അറ്റത്ത് വണ്ണം കൂടുതലുമാണ്. അപ്പോൾ ഈ ടൈപ്പ് ഓഫ് ലെൻസിന് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ഇതാണ് കോൺകേവ് ലെൻസ്. കണ്ടോ ഓക്കെ, അപ്പോൾ if the lens is thinner at the middle and thicker at the edges, that type of lens is called as concave lens. ഈ കേസിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ rays of light parallel to the principal axis after refraction gets diverged and appear to come from a point on the principal axis on the same side of the lens. നേരത്തെ പറഞ്ഞ അതേ സിമിലർ കാര്യം തന്നെ. എന്താണ് സംഭവം, കോൺകേവ് ലെൻസ് ആണെന്നുണ്ടെങ്കിൽ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ടുള്ള റേസ് എല്ലാം റിഫ്രാക്ഷൻ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും they diverge or they appear to come from a point on the principal axis and on the same side of the lens. ലെൻസിൻ്റെ അതേ സൈഡിൽ തന്നെയാണ് ഈ പറയുന്ന പോയിന്റ് ഡൈവേർജ് ചെയ്ത് വരുന്നതായിട്ട് തോന്നുന്നത്. ഓക്കെ, appear to it come from a point on the principal axis, it gets diverged. അകന്നു പോകുന്നതിനാണല്ലോ ഡൈവേർജ് എന്ന് പറയുന്നത്. It gets diverged and appear to come from a point on the principal axis. ക്ലിയർ അല്ലേ? ഇനി ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി വെക്കാൻ ഇങ്ങനെ ഓർത്തേച്ചാൽ മതി. കോൺവെക്സ് ലെൻസ് എന്ന് പറഞ്ഞാൽ 2 കോൺവെക്സ് സർഫസസ് ഒരുമിച്ച് വെച്ചേക്കുന്നത്. അപ്പം തിക്കർ ഇൻ ദ മിഡിൽ, തിന്നർ അറ്റ് ദ എഡ്ജസ്. കോൺകേവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2
കോൺകേവ് സർഫസസ് എന്ന് പറഞ്ഞാൽ കുഴിയുള്ള 2 സർഫസസ് ഒരുമിച്ച് വെച്ചേക്കുന്നതിന്. അപ്പം തിന്നർ ഇൻ ദ മിഡിൽ ആൻഡ് തിക്കർ അറ്റ് ദ എഡ്ജസ്. ഇനി ടെക്നിക്കലി പറയുമ്പോഴത്തേക്കും കോൺവെക്സ് ലെൻസിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ റിഫ്രാക്ഷൻ കഴിഞ്ഞ് കഴിയുമ്പം എല്ലാം കൂടെ ഒരു പോയിന്റിൽ പ്രിൻസിപ്പൽ ആക്സിസിൽ മീറ്റ് ചെയ്യും. പക്ഷേ കോൺകേവ് ലെൻസിലാണെന്നുണ്ടെങ്കിൽ എല്ലാ റേസും പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് ഒരു പോയിന്റിൽ നിന്നും പ്രിൻസിപ്പൽ ആക്സിസിൽ ഒരു പോയിന്റിൽ നിന്നും ഡൈവേർജ് ചെയ്തു പോകും, അല്ലെന്നുണ്ടെങ്കിൽ ഒരു പോയിന്റിൽ നിന്നും വരുന്നതായിട്ട് അപ്പിയർ ചെയ്യും. അപ്പോൾ ആ ടൈപ്പ് ഓഫ് ലെൻസിനാണ് നമ്മൾ കോൺകേവ് ലെൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? സ്ഫെറിക്കൽ ലെൻസ് എന്താണെന്നുള്ളതും അതിൻ്റെ അകത്ത് 2 മെയിൻ ടൈപ്പ് ആയിട്ടുള്ള കോൺവെക്സ് ലെൻസും അതേപോലെ തന്നെ കോൺകേവ് ലെൻസും. ഓക്കെ, ഇനി റിഫ്രാക്ഷൻ ബൈ സ്ഫെറിക്കൽ ലെൻസ്. ഓക്കെ, തീർന്നില്ല അല്ലേ? തീർന്നിട്ടില്ല. റിഫ്രാക്ഷൻ ബൈ സ്ഫെറിക്കൽ ലെൻസ്, നമുക്ക് അതിൻ്റെ റിഫ്രാക്ഷനും കൂടെ ഒന്ന് നോക്കാം. ഒരു കോൺവെക്സ് ലെൻസിൻ്റെ കേസിൽ പല കേസസ് നമ്മളിനി കൺസിഡർ ചെയ്യും. നമ്മൾ കോൺകേവ് മിററിൻ്റെയും കോൺവെക്സ് മിററിൻ്റെയും കേസിൽ നമ്മൾ ചില റേസ് ഓഫ് ലൈറ്റ് നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് റേ ഡയഗ്രാം വരയ്ക്കാൻ പറ്റുന്ന നമുക്ക് ആ രീതിയിലുള്ള പ്രോപ്പർട്ടീസുള്ള റേസ് ഓഫ് ലൈറ്റിനെ പറ്റി നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തിട്ടായിരുന്നു റേ ഡയഗ്രാം വരച്ചത്. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് സ്ഫെറിക്കൽ ലെൻസസിൻ്റെയും കാര്യത്തിൽ നോക്കാം. അപ്പോൾ ആദ്യത്തെ റേ ഓഫ് ലൈറ്റ് എങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നതെന്ന് വെച്ചാൽ കോൺവെക്സ് ലെൻസിൻ്റെ കേസിൽ ആദ്യം പറയാണ്. ഇൻ എ കോൺവെക്സ് ലെൻസ് എ റേ ഓഫ് ലൈറ്റ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് ആഫ്റ്റർ റിഫ്രാക്ഷൻ പാസസ് ത്രൂ ദ ഫോക്കസ് ഓൺ ദ അതർ സൈഡ് ഓഫ് ദ ലെൻസ്. ഓക്കെ, അപ്പോൾ കോൺവെക്സ് ലെൻസിൻ്റെ കേസിൽ എങ്ങനെയാണ്? കോൺവെക്സ് ലെൻസിൻ്റെ കേസിൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത സിമിലർ കാര്യം തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ കേസിൽ വരുമ്പോഴത്തേക്കും നമുക്ക് 2 ഫോക്കസ് ഉണ്ട്. കാരണം 2 കോൺവെക്സ് സർഫസസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് 2 പ്രിൻസിപ്പൽ ഫോക്കസ് ഉണ്ട്. ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കുക. 2 പ്രിൻസിപ്പൽ ഫോക്കസ് ഉണ്ട് നമുക്ക് കോൺവെക്സ് ലെൻസിൻ്റെ കേസിൽ. കാരണം എന്താ? 2 കോൺവെക്സ് സർഫസസ് ഉണ്ടല്ലോ. ഓക്കെ, അപ്പം ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് ലൈറ്റ് റേ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് വെച്ചാൽ ദ റേ ഓഫ് ലൈറ്റ് വിച്ച് ഈസ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്. പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് ആഫ്റ്റർ റിഫ്രാക്ഷൻ ദാറ്റ് വിൽ ബി പാസിംഗ് ത്രൂ ദ ഫോക്കസ്. ഓക്കെ, അതാണ് നമ്മുടെ കോൺവെക്സ് ലെൻസിൻ്റെ കേസിൽ. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഇൻ കോൺകേവ് ലെൻസ് എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇഫ് യു ആർ കൺസിഡറിങ് എ റേ ഓഫ് ലൈറ്റ് വിച്ച് ഇസ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്, ദെൻ എന്ത് സംഭവിക്കും? ഇറ്റ് അപ്പിയേഴ്സ് ടു ഡൈവേർജ് ഫ്രം ദ ഫോക്കസ് ഓൺ ദ സെയിം സൈഡ് ഓഫ് ദ ലെൻസ്. നോക്കിക്കേ, ഇത് ലെൻസിൻ്റെ സെയിം സൈഡിൽ തന്നെ ഡൈവേർജ് ചെയ്യുന്നതായിട്ടാണ്. ഇറ്റ് അപ്പിയേഴ്സ് ടു ഡൈവേർജ് ഫ്രം ദ ഫോക്കസ് ഓൺ ദ സെയിം സൈഡ് ഓഫ് ദ ലെൻസ് ആണ് നമ്മുടെ കോൺകേവിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ. കോൺകേവിൻ്റെ കേസിലാണ്. പക്ഷേ കോൺവെക്സിൻ്റെ കേസിൽ എങ്ങനെയാണ്? കോൺവെക്സിൻ്റെ കേസിൽ ദ റേ ഓഫ് ലൈറ്റ് വിച്ച് ഈസ് പാസിംഗ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് ആഫ്റ്റർ റിഫ്രാക്ഷൻ ഫ്രം ദ കോൺവെക്സ് ലെൻസ് പാസസ് ത്രൂ ദി ഫോക്കസ്. ക്ലിയർ അല്ലേ? ഇനി ഇതിൻ്റെ അത് കുറച്ച് നോമൻക്ലേച്ചേഴ്സ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒപ്റ്റിക്കൽ സെൻറ്റർ. ഓക്കെ, O എന്ന് പറഞ്ഞാൽ ഒപ്റ്റിക്കൽ സെൻറ്റർ ആണ്. O എന്ന് പറഞ്ഞാൽ ഒപ്റ്റിക്കൽ സെൻറ്റർ ആണ്. ഒപ്റ്റിക്കൽ സെൻറ്റർ. ഒപ്റ്റിക്കൽ സെൻറ്റർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലെൻസിൻ്റെ സെൻറ്ററിനാണ്. ലെൻസിൻ്റെ സെൻറ്ററിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഒപ്റ്റിക്കൽ സെൻറ്റർ എന്ന് വിളിക്കുന്നത്. ദ സെൻട്രൽ പോയിന്റ് ഓഫ് എ ലെൻസ്. ദ സെൻട്രൽ പോയിന്റ് ഓഫ് എ ലെൻസ് ഇസ് കോൾഡ് ആസ് ഒപ്റ്റിക്കൽ സെൻറ്റർ. ദ സെൻട്രൽ പോയിന്റ് ഓഫ് എ ലെൻസ് ഇസ് കോൾഡ് ആസ് ഒപ്റ്റിക്കൽ സെൻറ്റർ. ഈ ലെൻസിൻ്റെ സെൻട്രൽ പോയിന്റിനാണ് നമ്മൾ ഒപ്റ്റിക്കൽ സെൻറ്റർ എന്ന് വിളിക്കുന്നത്. ഈ റേ ഓഫ് ലൈറ്റ് കൺസിഡർ ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇതിൻ്റെ കുറച്ച് നോമൻക്ലേച്ചേഴ്സ് നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. നമുക്ക് കോൺവെക്സിലാണെന്നുണ്ടെങ്കിലും കോൺകേവിലാണെന്നുണ്ടെങ്കിലും 2 കേർവ്ഡ് സർഫസസ് ഉള്ളത് കൊണ്ട് തന്നെ 2 സെൻറ്റർ ഓഫ് കർവേച്ചറും ഉണ്ട് അല്ലേ? അപ്പോൾ ഈ ഒരു പോർഷനും സെൻറ്റർ ഓഫ് കർവേച്ചറും ഉണ്ട്. അതായത് C1 എന്ന് നമുക്ക് വിളിക്കാൻ പറ്റും. അതേപോലെ തന്നെ ഈ ഒരു പോർഷനും നമുക്ക് സെൻറ്റർ ഓഫ് കർവേച്ചറും ഉണ്ട്. അത് സിമിലർലി കോൺകേവിനാണെങ്കിലും ഇതിനും സെൻറ്റർ ഓഫ് കർവേച്ചറുണ്ട്, അതേപോലെ തന്നെ ഇതിനും സെൻറ്റർ ഓഫ് കർവേച്ചറുണ്ട്. ഓക്കെ, അപ്പോൾ 2നും സെൻറ്റർ ഓഫ് കർവേച്ചേഴ്സ് 2 എണ്ണമാണ് ഉള്ളത്. കോൺവെക്സ് ലെൻസ് ആണെങ്കിലും വേണ്ടില്ല, കോൺവെക്സ് ലെൻസ് ആണെങ്കിലും വേണ്ടില്ല, അതേപോലെ കോൺകേവ് ലെൻസ് ആണെന്നുണ്ടെങ്കിലും വേണ്ടില്ല. 2 എണ്ണത്തിനും 2 സെൻറ്റർ ഓഫ് കർവേച്ചേഴ്സ് ഉണ്ട്. അതാദ്യം മനസ്സിലാക്കുക. ഓക്കെ, പിന്നെ നമ്മളിപ്പോൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പോലെ ഒപ്റ്റിക്കൽ സെൻറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അത് തന്നെ സെൻറ്റർ ഓഫ് ദ ലെൻസിനാണ് നമ്മൾ ഒപ്റ്റിക്കൽ സെൻറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കേസിൽ ഇതാണ് ഒപ്റ്റിക്കൽ സെൻറ്റർ, ഈ കേസിൽ ഇതാണ് ഒപ്റ്റിക്കൽ സെൻറ്റർ. ഓക്കെ, പിന്നെ
പ്രിൻസിപ്പൽ ആക്സസ് നമ്മൾ നേരത്തെ കൺസിഡർ ചെയ്ത പോലെ തന്നെയാണ്. പ്രിൻസിപ്പൽ ആക്സസ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ദ ലൈൻ വിച്ച് ഈസ് ജോയിനിങ് ദ സെൻറ്റർ ഓഫ് കർവേച്ചേഴ്സ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാൻ പറ്റും. ഓക്കെ, ലൈൻ ജോയിനിങ് ദ സെൻറ്റർ ഓഫ് കർവേച്ചേഴ്സ് ഇസ് കോൾഡ് ആസ് പ്രിൻസിപ്പൽ ആക്സസ്. ഓക്കെ, അല്ലെങ്കിൽ ദ ലൈൻ വിച്ച് ഈസ് പാസിംഗ് ത്രൂ ദ ടു സെൻറ്റർ ഓഫ് കർവേച്ചേഴ്സ്, ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ആസ് പ്രിൻസിപ്പൽ ആക്സസ്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്തും നമ്മൾ ജസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഫോക്കസ് ഉണ്ടല്ലോ. അതായത് ഈ കേസിൽ വരുമ്പോഴത്തേക്കും 2 ഫോക്കസ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് 2 കേർവ്ഡ് സർഫസ് ഉണ്ട്. ഐ മീൻ കോൺവെക്സ് ലെൻസ് ആണെന്നുണ്ടെങ്കിലും കോൺകേവ് ലെൻസ് ആണെന്നുണ്ടെങ്കിലും ഇവിടെയും ഫോക്കസ് ഉണ്ട്, അതേപോലെ തന്നെ ഇവിടെയും ഫോക്കസ് ഉണ്ട്. കേവ് ലെൻസിനും അതേപോലെ 2 സൈഡിലും ഫോക്കസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ 2 ഫോക്കസിനെയും നമ്മൾ വിളിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രിൻസിപ്പൽ ഫോക്കസ് എന്നാണ് വിളിക്കുന്നത്. എന്താ വിളിക്കുന്നത്? പ്രിൻസിപ്പൽ ഫോക്കസ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അതായത് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലലായിട്ട് പാസ് ചെയ്യുന്ന റേസും റിഫ്രാക്ഷൻ കഴിഞ്ഞിട്ട് ഒരു പോയിന്റ് കൂടെ പാസ് ചെയ്യുന്നതായിട്ട് കാണും. അങ്ങനെയുള്ള ആ പർട്ടിക്കുലർ പോയിന്റിനാണ് പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, നമ്മുടെ കോൺകേവ് ലെൻസ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് അപ്പിയേഴ്സ് ടു കം ഫ്രം എ പർട്ടിക്കുലർ പോയിന്റ് ഓർ ടു ഡൈവേഴ്സ് ഫ്രം എ പർട്ടിക്കുലർ പോയിന്റ്, ആൻഡ് ഇൻ ദാറ്റ് കേസ് ഓൾസോ വി ഹാവ് ഗോട്ട് 2 ഫോക്കസ് ഓർ പ്രിൻസിപ്പൽ ഫോക്കസ് 2 എണ്ണമാണ് ഉള്ളത്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ഫസ്റ്റ് കേസ് നമ്മൾ കൺസിഡർ ചെയ്തു, ഒരു റേ ഓഫ് ലൈറ്റ് പാരലായിട്ട് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മളുടെ റേ ഓഫ് ലൈറ്റ് ആഫ്റ്റർ റിഫ്രാക്ഷൻ ഇറ്റ് പാസസ് ത്രൂ ദ ഫോക്കസ്. ഓക്കെ, ഇൻ കേസ് ഓഫ് കോൺകേവ് ലെൻസ് ആണെങ്കിൽ ഇറ്റ് ഡൈവേർജസ് ഫ്രം എ പോയിന്റ് ഓൺ ദ സെയിം സൈഡ് ആസ് ദാറ്റ് ഓഫ് ദ ലെൻസ്. ഓക്കെ, ഫൈൻ അല്ലേ? ഇപ്പോൾ എല്ലാം ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ അല്ലേ? ഇനി അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത റേ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് in case of a convex lens, a ray of light which is passing through the focus after refraction goes parallel to the principal axis. നമ്മളുടെ മിറേഴ്സിന് സിമിലർ കേസ് തന്നെയാട്ടോ ഇതും. ഓക്കെ, എന്തായാലും നമ്മൾ എപ്പോഴും ഒരു കാര്യം ഓർത്തോണം, നമ്മൾ എപ്പോഴും ഒബ്ജക്റ്റ് എവിടെ വെക്കുന്നത്? ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ വെക്കത്തുള്ളൂ. ഒബ്ജക്റ്റ് എപ്പോഴും ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ എബോവ് ദ പ്രിൻസിപ്പൽ ആക്സിസ് നമ്മൾ വെക്കത്തുള്ളൂ. കേട്ടല്ലോ? ആ ഒരു കേസുകൾ മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. വേറെ കേസൊന്നും നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ എബോവ് ദ പ്രിൻസിപ്പൽ ആക്സിസ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇനി രണ്ടാമത്തെ റേ ഓഫ് ലൈറ്റ് കൺസിഡർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഒരു റേ ഓഫ് ലൈറ്റ് വിച്ച് ഈസ് പാസിങ് ത്രൂ ദ ഫോക്കസ്. 2 പ്രിൻസിപ്പൽ ഫോക്കസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു ഫോക്കസ് കൂടെ പാസ് ചെയ്യുന്ന എന്താ പറയുക ഡയറക്റ്റ് ടുവേർഡ്സ് ദ ഫോക്കസ്. ആ റേ ഓഫ് ലൈറ്റ് ആഫ്റ്റർ റിഫ്രാക്ഷൻ പാസസ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്. ഓക്കെ, ആഫ്റ്റർ റിഫ്രാക്ഷൻ പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്. ഇനി അതേപോലെ തന്നെ കോൺകേവ് ലെൻസിലാണെന്നുണ്ടെങ്കിൽ എ റേ ഓഫ് ലൈറ്റ് വിച്ച് ഈസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ദ ഫോക്കസ്, ആഫ്റ്റർ റിഫ്രാക്ഷൻ പാസസ് ആഫ്റ്റർ റിഫ്രാക്ഷൻ ഗോസ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്. ഓക്കെ, ഇപ്പോൾ ഫോക്കസിൽ കൂടെയാണ് പാസ് ചെയ്യുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ റിഫ്രാക്ഷൻ കഴിഞ്ഞ് കഴിയുമ്പം ലെൻസിലെ റിഫ്രാക്ഷൻ കഴിഞ്ഞ് കഴിയുമ്പം പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് പാസ് ചെയ്യും. അതേപോലെ തന്നെ കോൺകേവ് ലെൻസിലാണെന്നുണ്ടെങ്കിൽ ഈ ഫോക്കസിലേക്കാണ് ഡയറക്റ്റ് ചെയ്തേക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ റേ ഓഫ് ലൈറ്റ് ഡയറക്റ്റ് ചെയ്ത് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ റിഫ്രാക്ഷൻ കഴിയുമ്പോഴത്തേക്കും പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് പാസ് ചെയ്യും. ഓക്കെ, ഇനി അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ in a convex lens and a concave lens, a ray of light which is passing through the optical center എങ്ങനെയാണ്? it goes without any deviation. ഓക്കെ, ഇനി കോൺവെക്സ് ലെൻസിലാണെങ്കിലും കോൺകേവ് ലെൻസിലാണെന്നുണ്ടെങ്കിലും ഒപ്റ്റിക്കൽ സെൻറ്റർ കൂടിയാണ് പാസ് ചെയ്യുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒരു ഡീവിയേഷനും ഇല്ലാതെ അതേ വഴി തന്നെ ഇങ്ങോട്ട് പോവും. ഓക്കെ, ഇതാണ് നമ്മളുടെ മൂന്നാമത്തെ കേസ്. ഏത് കോൺവെക്സ് ആണെങ്കിലും കോൺകേവ് ആണെന്നുണ്ടെങ്കിലും ഒപ്റ്റിക്കൽ സെൻറ്റർ കൂടിയാണെന്നുണ്ടെങ്കിൽ അത് അതേ ഡയറക്ഷൻ തന്നെ ആണ് റിഫ്രാക്ട് ചെയ്ത് പോകുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ 3 കേസ് കൺസിഡർ ചെയ്തു. ആദ്യത്തെ കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫോക്കസിൽ കൂടെ പാസ് ചെയ്ത് കഴിയുമ്പം എന്താ സംഭവിക്കുന്നത്? പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് പോകും. ഇനി പ്രിൻസിപ്പൽ ആക്സിസ് കൂടെ ഇതിന് പാരലായിട്ടാണ് പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫോക്കസിൽ കൂടെ പാസ് ചെയ്ത് പോകും. മൂന്നാമത്തെ കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ്, ഒപ്റ്റിക്കൽ സെൻറ്റർ കൂടിയാണ് പാസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒപ്റ്റിക്കൽ സെൻറ്റർ കൂടെ തന്നെ റേ ഓഫ് ലൈറ്റ് പോകും. ഓക്കെ, അപ്പം നിങ്ങൾ ഇതൊക്കെ പഠിച്ചു വെച്ച സ്ഥിതിക്ക് നമുക്ക് ഒരു ആക്ടിവിറ്റിയും കൂടെ നമുക്ക് നോക്കാം. നിങ്ങൾ ആ പേജ് നമ്പർ 177 എന്നെടുത്തേ. 177ൻ്റെ അകത്ത് ആക്ടിവിറ്റി 10.11 ഒന്ന് ചെയ്തു നോക്കാൻ ശ്രമിക്കുക. നമ്മൾ നേരത്തെ കോൺകേവ് മിററിൻ്റെ കേസിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? കോൺകേവ് മിററിൻ്റെ കേസിൽ നമ്മളൊരു ആക്ടിവിറ്റി ചെയ്തത് ഒരു പേപ്പറും ഒരു കോൺകേവ് മിററും എടുത്തിട്ട് നമ്മൾ സൺലൈറ്റിൻ്റെ ഇമേജ് ആ പേപ്പറിലേക്ക് ഫോക്കസ് ചെയ്യാൻ നോക്കിയത് ഓർക്കുന്നുണ്ടോ? അപ്പോൾ
അവിടെ നമ്മൾ കോൺകേവ് മിറർ ആണ് എടുത്തത്, ഇവിടെ നമ്മൾ കോൺവെക്സ് ലെൻസ് എടുക്കുന്നു. ഓക്കെ, നോക്കുക. ആദ്യം തന്നെ കോഷൻ പറഞ്ഞിട്ടുണ്ട്, ഡു നോട്ട് ലുക്ക് അറ്റ് ദ സൺ ഡയറക്ട്ലി ഓർ ത്രൂ എ ലെൻസ് വൈൽ ഡൂയിങ് ദിസ് ആക്ടിവിറ്റി. ഓക്കെ, ആദ്യം തന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു കോൺവെക്സ് ലെൻസ് കയ്യിലെടുക്കുക, വേറൊരു പേപ്പർ എടുക്കുക, എന്നിട്ട് ഈ പേപ്പർ മൂവ് ചെയ്യുക. ഓക്കെ, പേപ്പർ മൂവ് ചെയ്യുക. ഏത് പോയിന്റിലാണോ നിങ്ങൾക്ക് ഒരു കറക്റ്റ് സ്പോട്ട് ഓഫ് ലൈറ്റ് കിട്ടുന്നത് അവിടെ ആ പേപ്പർ ഹോൾഡ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ആക്ച്വലി കിട്ടുന്ന ആ പേപ്പറിലെ ആ സ്പോട്ട് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് സണ്ണിൻ്റെ ഇമേജ് ആണ്. സണ്ണിൻ്റെ ഇമേജ് ഈ കോൺവെക്സ് ലെൻസ് കാരണം നമ്മൾ ഈ പേപ്പറിൽ കാണുന്നതാണ്. കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ഈ പേപ്പർ ബേൺ ചെയ്യാൻ തുടങ്ങും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സണ്ണിൻ്റെ ഹീറ്റ് കാരണം ഈ പേപ്പർ ആദ്യമേ പുക വരും, സ്മോക്ക് വരും, പിന്നെ അത് ബേൺ ചെയ്ത് വരും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ കോൺവെക്സ് ലെൻസ് സൺലൈറ്റിന് ഡയറക്റ്റ് ചെയ്താണ് നിങ്ങൾ പിടിക്കേണ്ടത്. അപ്പോൾ എന്താണോ whatever is the distance which is in between the paper when you got the image of the sun and the convex lens, that is the focal length of that particular ലെൻസ്. ഓക്കെ, അതായിരിക്കും കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത്. സോ നമ്മളിപ്പോൾ നമ്മുടെ ഈ ആക്ടിവിറ്റിക്കകത്ത് എന്താണ് പ്രിൻസിപ്പൽ ഫോക്കസ് എന്നുള്ളതാണ് കണ്ടത്. എവിടെയാണോ നമ്മളുടെ ലൈറ്റ്, നമ്മുടെ സണ്ണിൻ്റെ ഇമേജ് കിട്ടുന്നത്, അതിനാണ് നമ്മൾ പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്കൊന്ന് ക്വിക്കായിട്ട് റിഫ്രഷ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് കണ്ടത്? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ റിഫ്രാക്ഷൻ എന്താണെന്ന് കണ്ടു. റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ട്രാൻസ്പെറൻറ്റ് മീഡിയത്തിൽ നിന്ന് വേറൊരു ട്രാൻസ്പെറൻറ്റ് മീഡിയത്തിലേക്ക് ലൈറ്റ് പോകുമ്പോൾ അത് ബെൻഡ് ചെയ്യും. ഓക്കെ, ആ ഒരു ഫിനോമിനത്തിനാണ് നമ്മൾ റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ റിഫ്രാക്ഷൻ ഇപ്പം ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലേക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ലൈറ്റ് ബെൻസ് എവേ ഫ്രം ദ നോർമൽ. റെയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലേക്കാണെങ്കിൽ ടുവേർഡ്സ് ദ നോർമൽ എന്നുള്ളത് കണ്ടു. പിന്നെ വി ഹാവ് ഡിസ്കസ്ഡ് ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ആൻഡ് ദെൻ ലോസ് ഓഫ് റിഫ്രാക്ഷൻ. ലോസ് ഓഫ് റിഫ്രാക്ഷൻ്റെ അകത്ത് മെയിനായിട്ട് നിങ്ങൾ ഓർത്ത് വയ്ക്കേണ്ടതെന്ന് വെച്ചാൽ the sign of the angle of incidence to sign of angle of refraction is a constant. പിന്നെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താണെന്നുള്ളത് കണ്ടു. പിന്നെ അക്കോർഡിംഗ് ടു ദ വേരിയേഷൻ ഇൻ ദ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി അല്ലെന്നുണ്ടെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എങ്ങനെയാണ് നമ്മുടെ ലൈറ്റിൻ്റെ സ്പീഡ് വേരി ചെയ്യുന്നതെന്നുള്ളതും എങ്ങനെയാണ് ലൈറ്റ് ബെൻഡ് ചെയ്യുന്നതെന്നുള്ളതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. കുറച്ച് ന്യൂമറിക്കൽസും സോൾവ് ചെയ്തു. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ സ്ഫെറിക്കൽ ലെൻസിലേക്ക് കടന്നു. സ്ഫെറിക്കൽ ലെൻസ് എന്ന് പറഞ്ഞാൽ രണ്ട് ട്രാൻസ്പെറൻറ്റ് എന്താ പറയുക കേർഡ് സർഫസസിനെ ഒരുമിച്ച് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഉണ്ടാകുന്ന അതിനാണ് നമ്മൾ ലെൻസ് എന്ന് പറയുന്നതെന്ന് പറഞ്ഞു. സ്ഫെറിക്കൽ ലെൻസാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സ്ഫെറിക്കൽ ലെൻസിൻ്റെ അത് നമ്മൾ മെയിനായിട്ടും പഠിക്കുന്നത് കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസും ആണ്. കോൺവെക്സിൻ്റെയും കോൺകേവിൻ്റെയും ഒക്കെ ഡെഫിനിഷനും അതിൻ്റെ റേ ഓഫ് ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ ഉള്ള സ്പെഷ്യാലിറ്റീസ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ബാക്കി നമുക്ക് നെക്സ്റ്റ് ഇതിൽ കാണാം. താങ്ക് യു.